ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് പൈസ ഒക്കെ തന്നത് കൂട്ടി കൂട്ടി വെച്ചിട്ട് ഞാൻ GTX 750 കാർഡ് വാങ്ങി. കുറെ ആൾക്കാർക്ക് ഒരു മറുപടി കൊടുത്തൊരു ഒരു സംഭവമായിരുന്നു. നമ്മൾ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇങ്ങനെ വന്ന് നമ്മളൊക്കെ ഒരു നമുക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുന്നൊന്നും കുറെ കുടുംബക്കാര് നാറികൾ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. എന്താ പറയാ, നമ്മള് ട്രോൾസിലെ കണ്ടിട്ടാവില്ലേ, നമ്മുടെ ഇന്നസെന്റ് ആയിട്ടുള്ള നമ്മുടെ പേരൻസിന്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞു എന്ന് പറയുന്ന പോലെ ഇനിയിപ്പോ ഉള്ളതൊന്നും അങ്ങനെയല്ല. ഞാൻ പറയണം, ഇപ്പൊ റിലേഷൻഷിപ്പ് വാല്യൂസ് കൊടുക്കുകയാണെന്ന് വെച്ചാൽ അതിപ്പോ ഫ്രണ്ട്സ് ആണെച്ചെങ്കിലും ആരെയും പറ്റിക്കാനോ ചതിക്കാനോ ഒന്നും നിൽക്കാണ്ട് കറക്റ്റ് ആയിട്ട് അത് നമുക്ക് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയാം. എന്തൊരു കാര്യം അവർക്ക് അത് സപ്പോർട്ടാണോ, അവർക്ക് കിട്ടണത് സപ്പോർട്ടാണോ? അമ്മ കമന്റ് ചെയ്താണ്, ഞാനും എൻ്റെ ആറിലോ നാലിലോ പഠിക്കുന്ന മോളും കൂടിയാണ് ഇത് കാണാറ്, നല്ല രസന്റെ വീഡിയോസ് എല്ലാം അടിപൊളിയാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമന്റ് വന്ന്. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു CJN ക്രിയേഷൻസ് എന്നിങ്ങനെ നമ്മുടെ ചായ് വിത്ത് ഗെയിമറിന്റെ ഫസ്റ്റ് എപ്പിസോഡായിട്ട് വന്നേക്കാണ്. ആൻഡ് ദ വെരി ഫസ്റ്റ് ഗസ്റ്റ് നമുക്ക് ഇന്ന് നമ്മുടെ ഈ ഒരു ടോക്ക് സെഷനിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം ബിഗ് ബീസ്റ്റ് ആണ്, ഓൾസോ നോൺ ആസ് ബീസ്റ്റ് അണ്ണൻ. വെൽക്കം അണ്ണ. താങ്ക് യു. ഈ ഒരു പരിപാടി ഗൈസ് ഞാൻ പറഞ്ഞതാണ് CJയുടെ അടുത്ത്. ഞാന് നമ്മള് ഈ തറവാട്ടിൽ എന്നും കാണുന്നോണ്ട് തന്നെ ഒരു ഉദ്ഘാടനത്തിന്റെ ഒക്കെ ആവശ്യം ഉണ്ടോന്ന്, പിന്നെ ചായ തരാന്ന് പറഞ്ഞ് വിളിച്ച് ചായ വിത്ത് ഗെയിമർ എന്നാണല്ലോ പേര്. അപ്പൊ CJയുടെ നിർബന്ധിച്ച് മാനിച്ച് ഞാൻ ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ്. പ്ലീസ് നോട്ട് ചായ മാത്രമേ ഉള്ളൂ, പരിപ്പാടിയും പഴംപൊരിക്കുള്ള ബഡ്ജറ്റ് ഇല്ല, ചായ മാത്രമേ ഉള്ളൂ. ചായ ഞാനിപ്പോ മഴ എടുന്ന അവിടുന്ന് പറയേണ്ടി വരും. ഞാൻ വിളിച്ചു പറയാം. ഉമ്മാനെ വിളിച്ചു പറ. അതെ, ഇപ്പൊ ഞാൻ ഇവിടെ ഭീഷണനായിട്ട് ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുകയാണ്, അല്ല ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കുകയാണ്. കറക്റ്റ് ഇടയിൽ ഉമ്മ ചായ കൊണ്ടുവന്ന് കൊടുക്കണത്. അല്ല, ഈ എല്ലാ യൂട്യൂബർമാരോടും ഇങ്ങനെയാണോ ചെയ്യാൻ പോകുന്നത്? അവരെ വിളിച്ചു പറയും. നമ്മള് ഇവിടുന്ന് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യണ ലൊക്കേഷൻ മേടിച്ചിട്ട്. ഓക്കെ, അത് ആക്ച്വലി നല്ല ഇത് കിട്ടൂല. ബാക്കി എല്ലാം ഇവിടെ വരണ ഈ ഒരു സീരീസിൽ വരുന്ന എല്ലാ യൂട്യൂബർമാർക്കും ഇതൊക്കെ കിട്ടും, ഞമ്മക്കില്ല. ഓക്കെ, സോ ബിഗ് ബീസ്റ്റ് റിയൽ നെയിം നിസാജ് എന്നാണ്. ഫുൾ നെയിം എന്തായിരുന്നു ഒന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ? എനിക്ക് ഭയങ്കര ഒഫീഷ്യലായി പോണ പോലെ തോന്നുന്നു. നമ്മളിങ്ങനെ കൊളോക്കിയലി സംസാരിച്ചിട്ടേ. ആണാ, നമ്മൾ കൊളോണിയലായിട്ട് തന്നെ സംസാരിക്കണം. ഫുൾ നെയിം ഓക്കെ, അറിയാത്ത ഫുൾ നെയിം, വീട്, എന്ത് ചെയ്യുന്നു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ബേസിക്. ആ പിൻകോഡ് പറഞ്ഞു കൊടുത്താൽ എന്തെങ്കിലും ഗിഫ്റ്റ് അയക്കാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിൻകോഡ് ഉപകാരപ്പെടും. ഉണ്ട്. നിസാജ് മുബാറക്ക്, പാലത്തും വീട്ടിൽ ഹൗസ്, കേച്ചേരി PO 680501. ധൈര്യമായിട്ട് അയച്ചോ. പിന്നെ തന്നിട്ടുണ്ട് ഞാൻ, നിസാജ് മുബാറക്ക്, അതാണ് എന്റെ പേര്. ഓക്കെ, നിസാജ് ഇന്ന് വിളിക്കല് വളരെ കുറവാണ് കഴിഞ്ഞ 5 കൊല്ലമായിട്ട്. ബീസ്റ്റണ്ണൻ CJ പറഞ്ഞ പോലെ അങ്ങനെ വിളിക്കുന്നോണ്ട് അതാണ് ഇപ്പൊ ഒരു പേര്. അതെ, നമ്മുടെ സ്വന്തം ബീസ്റ്റണ്ണൻ എന്ന് അറിയപ്പെടുന്ന ബിഗ് ബീസ്റ്റ് ആണ് നമ്മുടെ കൂടെ ഇന്ന് നമ്മുടെ ചായ് വിത്ത് ഗെയിമറിൽ വന്നിരിക്കുന്നത്. ആൻഡ് നമുക്ക് അധികം ഒരു ലാഗ് അടിപ്പിക്കാണ്ട് നമുക്ക് ലെറ്റ്സ് ഷൂട്ട് ദ ക്വസ്റ്റ്യൻസ്. എന്തൊക്കെയാ നിങ്ങൾ ചോദിക്കാൻ എഴുതി അറിയിച്ചിട്ടുണ്ടെന്നൊക്കെ ഞാൻ അത് വേറെ. ആദ്യം എന്റെ സൈഡിൽ നിന്നുള്ള കുറച്ച് സ്റ്റാൻഡേർഡ് കാര്യങ്ങളുണ്ട്. ഐ മീൻ ഒരു നോർമലായിട്ട് നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ കേക്കട്ടെ, എന്നിട്ട് ഞാൻ തീരുമാനിക്കാതെ സ്റ്റാൻഡേർഡ് ആണോ അല്ലേ എന്നുള്ളത്. നിന്റെ സൈഡിൽ നിന്ന് ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല CJ. അവര് മറ്റേ ചോദിക്കാറുള്ളവരോട് ബാക്കിയുള്ള നമ്മുടെ പിള്ളേര് ചോദിക്കണതാണെങ്കിൽ ഓക്കെ, നീ എന്ത് ചോദിക്കാൻ, നിനക്ക് എന്താ അറിയേണ്ടത്? ഓക്കെ, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, റീസൺ ഫോർ ദ നെയിം ബിഗ് ബീസ്റ്റ്. ആ ബിഗ് ബീസ്റ്റ് എന്ന ഒരു പേരിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കഥയുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്യാരക്ടറിൽ നിന്ന് ഇൻസ്പയർഡ് ആണോ, അങ്ങനെ എന്തെങ്കിലും? മനസ്സിലായി. ബിഗ് ബീസ്റ്റ് പേര് ബേബ്ലേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ആനിമ ഉണ്ടായിരുന്നു. ഞാൻ എന്റെ ചെറുപ്പത്തിലൊക്കെ കണ്ടോണ്ടിരുന്നിരുന്നതാണ്. അതിന്റെ കുറെ ജനറേഷനിൽ കുറച്ച് എനിക്ക് തോന്നുന്നു 3-4 സീസണായിട്ട് ഉണ്ട് അത്. ആ ഒരു ബേബ്ലേഡ് ആനിമയിൽ നിന്നാണ്. അതൊരു പമ്പരംകൊത്താണ്. നമ്മുടെ നാട്ടില് പമ്പരംകൊത്ത്, അവർക്ക് എന്നിട്ട് ബേബ്ലേഡ്. അപ്പൊ അതിനകത്ത് നടുക്കൊരു ചിപ്പ് ഉണ്ടാവും. ആ ചിപ്പിന്റെ അകത്ത് ഇവരിങ്ങനെ നമ്മളിങ്ങനെ ക്യാരക്ടർ വിളിക്കുമ്പോൾ ഒരു ബീസ്റ്റ് സമ്മണായിട്ട് വരും. ആ ചിപ്പിനെ പറയണതാണ് ബിഗ് ബീസ്റ്റ്. അതിന്റെ അകത്തുള്ള ആ ഒരു ക്രീച്ചർ, അതിനെയാണ് ഞാൻ നമ്മുടെ ചാനൽ അതിനെയാണ് നമ്മള്, അത് ഓരോ പമ്പരത്തിനും, ഇപ്പൊ നീ ഞാനും ആണെങ്കിൽ നിന്റെ ഒരു പമ്പരം ഉണ്ടാവും, എൻ്റെ ഒരു പമ്പരം ഉണ്ടാവും.
നിന്റെ ബിറ്റ് ബീസ്റ്റ് വേറെ ആയിരിക്കും, എന്റെ ബിറ്റ് ബീസ്റ്റ് വേറെ ആയിരിക്കും. ഓക്കെ അപ്പൊ ഇത് രണ്ട് ടൈപ്പ്, 2 പവേഴ്സ് ഒക്കെ ആയിരിക്കും. അപ്പൊ ആ ബിറ്റ് ബീസ്റ്റിന് ഒരു പവർ ഉണ്ട് അതിന്റെ അകത്ത്. അതാണ് ആ പമ്പരത്തിന്റെ പവർ തന്നെ. ഓക്കെ, ഓക്കെ സോ അതാണ് ആ ബിറ്റ് ബീസ്റ്റിനെ എടുത്തിട്ടാണ് ഞാനിവിടെ ബിറ്റ് ബീസ്റ്റിന് കൊടുത്തത്. ആക്ച്വലി ബിറ്റ് ബീസ്റ്റ് ഗെയിമിംഗ് എന്നായിരുന്നു വളരെ തുടക്കത്തിൽ. അതാരും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. സീജൻ നിന്നെ കാണുമ്പോ ബിറ്റ് ബീസ്റ്റ് ഗെയിമിംഗ് അല്ലല്ലോ, അല്ല ബിറ്റ് അല്ല ബീസ്റ്റ് അല്ലേ? ബിറ്റ് ബീസ്റ്റിന് ആ, തന്നെയാണ്. പക്ഷെ ഞാൻ മറ്റേ ആ. 100K എന്തോ ട്രിബ്യൂട്ട് വീഡിയോ ഉണ്ടാക്കാനായിട്ട് നോക്കി കഴിഞ്ഞപ്പോ ബിറ്റ് ബീസ്റ്റ് ആ. ഗെയിമിങ്ങിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് എന്റെ പറഞ്ഞിട്ട് എന്റെ ഇൻട്രോ അങ്ങനെ തന്നെയാണ്. എന്നിട്ട് ബിറ്റ് ബീസ്റ്റ് ഗെയിമിങ്ങിന്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ബിറ്റ് ബീസ്റ്റ് ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ട് 1-2 ഇൻട്രോ തുടക്കത്തിൽ ആ ഉണ്ട് ഉണ്ട് സമയത്ത് പബ്ജി ചെയ്തിട്ടുണ്ട്. പി ആ. സി. പക്ഷെ അന്നൊരു കാര്യം ഉണ്ടായിരുന്നിട്ട്. അന്ന് പേര് മാറ്റണം എന്നുള്ള അങ്ങനെ എന്റെ ഒരു ഐഡിയയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ചാനലിന്റെ DP, അതുപോലെ അന്ന് നെറ്റിൽ നിന്ന് കിട്ടിയ ഒരു ഇമേജ് ജസ്റ്റ് എടുത്തിട്ടാണ് ഇത് റിയൽ ഗെയിമർ എന്ന് പറഞ്ഞിട്ട് ഒരു പച്ച ഹുഡിയൊക്കെ ഇട്ടുള്ള ഒരാളുടെ ഫോട്ടോ ഉണ്ട്. അതെടുത്ത് വെച്ചിട്ടാണ് അന്ന് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അത് മാറ്റണം, കംപ്ലീറ്റ് റീവാമ്പ് ചെയ്യണം. പക്ഷെ ഞാനൊരു പ്രോപ്പർ ഇഷ്ടപ്പെട്ട ഡിസൈനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് വേണം അത് ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ഇരുന്നത്. അപ്പൊ അതാണ് ആ പേര് അങ്ങനെ ബിറ്റ് ബീസ്റ്റ് ഗെയിമിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടില് ഗെയിമിംഗ് ചാനൽ തുടങ്ങുമ്പോൾ ഒരു ട്രെൻഡ് ആയിരുന്നു, കൂടുതൽ ഗെയിമിംഗ് ചേർക്കുക, കൂടുതൽ ഗെയിമിംഗ് ചേർക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഇംഗ്ലീഷുകാരൊന്നും ഗെയിമിംഗ് ചാനൽസിന് ഗെയിമിംഗ് കൊടുക്കാറില്ല. അപ്പൊ എന്തിനാണ് ഒരു ഗെയിമിംഗ്, നമുക്കൊന്ന് മാറ്റി പിടിക്കാം. അങ്ങനെ ബിറ്റ് ബീസ്റ്റ് എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അതിന്റെ മുമ്പിൽ ഒരു ബിറ്റ് ബീസ്റ്റ് എന്നുള്ളൊരു ഇത് കൊടുത്തു, അത്രേ ഉള്ളൂ. ഓക്കെ ഞാൻ ബിറ്റ് ചേർന്നു. ബീസ്റ്റ് ഇറ്റ് ഷോസ് സർട്ടിഫിക്കറ്റ് അല്ല, ഇനി ഒന്ന് സിംഗുലർ, കൊടുത്തതാ. ഒറ്റയാളുള്ളൂ, മോൺസ്റ്റർ ആണത്. അതാണ് വൺ ആൻഡ് ഓൺലി പീസ്. അതെ അതെ അതെ. ഓക്കെ, അതെ, അപ്പം നമുക്ക് അതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പം പി സി ബിൽഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് കണ്ടായിരുന്നു. അപ്പോ അതിനെ കുറിച്ച് എങ്ങനെ അതിലേക്ക് എത്തി, ഫസ്റ്റ് പി സി ഏതായിരുന്നു, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് അറിഞ്ഞാൽ കൊള്ളാം. അതായത് ഫസ്റ്റ് കൈവച്ച പി സി. ഓക്കെ, ചാനലിന് വേണ്ടിട്ട് അതല്ലേ? ചാനൽ ഗെയിം കളിച്ച ഫസ്റ്റ് പി സി. ഗെയിം കളിച്ച ഫസ്റ്റ് പി സി പറയണതേ പപ്പ ഗൾഫിൽ പപ്പ ഈ ഇലക്ട്രോണിക്സ് റിപ്പയർ ചെയ്യും, അതിന്റെ ഒക്കെ പരിപാടി അറിയണതാ. ടിവിയും സാധനങ്ങളൊക്കെ അന്ന് നന്നാക്കുമായിരുന്നു. ഓക്കെ അപ്പോ ഒരു അറബിയുടെ സെക്കൻഡ്സ് മേടിച്ചൊരു സിസ്റ്റമാണ്. ഓഫീസ് അവിടെ ഷോപ്പിലെ യൂസിന് മേടിച്ചൊരു സിസ്റ്റമാണ് എന്റെ ആദ്യത്തെ സിസ്റ്റം. അത് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കിട്ടിയിട്ടുണ്ട്. അത് പപ്പ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് നാട്ടിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് അങ്ങനെ ആരും കണ്ടിട്ടുണ്ടാവില്ല. അന്നും നമ്മളെ സ്കൂളുകളിൽ ലാബില് ഒക്കെ ആണെച്ചെങ്കിൽ പോലും ക്യാബിനറ്റ് ഇപ്പൊ ഉള്ള പോലെ സെപ്പറേറ്റ് ക്യാബിനറ്റ് ആയിട്ടാ. പക്ഷെ എന്റെ സിസ്റ്റം അങ്ങനെ അല്ലായിരുന്നു. എന്റെ സിസ്റ്റം ഈ VCR പോലെ ഇരിക്കും. മനസ്സിലായി. അത് വെച്ചിട്ട് അതിന്റെ മുകളിലാണ് മോണിറ്റർ വെച്ചിരുന്നത്. അപ്പൊ അത് മോണിറ്റർ അതിന്റെ മുകളിലിരിക്കും. ക്യാബിനറ്റിന് വേറെ സ്ഥലമൊന്നുമില്ല. ഇതിന്റെ മുകളിലാണ് ഈ സാധനം വെക്കുക. മോണിറ്റർ വേറെയാണ്, വലിയ പഴയ CRT മോണിറ്റർ. അത് ഇതിന്റെ മുകളിലെ വെക്കുക. ഇതിന്റെ മുകളിൽ DVD ഡ്രൈവ് ഒക്കെ ഉണ്ട്, ഫ്ലോപ്പി ഡ്രൈവും ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഇവിടെ തന്നെ നമുക്ക് ഞെക്കാൻ പറ്റുന്ന ഇതിലെല്ലാം ഫ്രണ്ടില് USB പോർട്ട് സാധനങ്ങൾ അങ്ങനെ ആയിട്ടാണ്. അല്ല, USB പോർട്ട് ഇല്ല എന്നങ്ങനെ, ഡ്രൈവ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ്. അതായിരുന്നു എന്റെ ഫസ്റ്റ് സിസ്റ്റം. അതിന്റെ അകത്ത് ഞാൻ ആദ്യം കളിച്ചത് NFS2 SC. അതിന് ഞാൻ പ്ലേ സ്റ്റേഷൻ കളിച്ചിട്ടുണ്ട് കേട്ടോ. PS2 ഉണ്ടായിരുന്നു, അല്ല PS1 ഉണ്ടായിരുന്നു കയ്യില്. PC അതാണ് എന്റെ ആദ്യത്തെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ ഈ ഇപ്പോഴത്തെ പി സിക്ക് തൊട്ട് മുമ്പുള്ള പി സി എടുത്തു അല്ലേ? അല്ല, അതിലിടക്ക് ഗെയിം കളി നമുക്കൊരു പ്രാന്തായിട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഇടക്ക് PC ഇങ്ങനെ പറഞ്ഞിട്ട് ഇത് എനിക്ക് മനസ്സിലായി, ഈ സാധനം ഗൾഫിൽ ഇതൊക്കെ ഉള്ള ഇതിനൊന്നും മാറ്റി. അന്ന് നമുക്ക് ഇതിന് വലിയ അറിവില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ച എല്ലാവരെയും പോലെ ക്യാബിനറ്റ് സെപ്പറേറ്റ് വേണം, മോണിറ്റർ തന്നെ ഇരുന്നോട്ടെ, സെപ്പറേറ്റ് ക്യാബിനറ്റ്, വേറൊരു PC വേണം എന്നുള്ളത് നമ്മളിങ്ങനെ പഠിച്ചിങ്ങനെ വരുമ്പോൾ സ്കൂളിലും ഇതിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഗെയിം കളിക്കാനൊക്കെ അത് വേണം എന്നൊക്കെ ഉണ്ട്. എപ്പോഴും ഇതൊരു റിസർച്ചാണ് ഇങ്ങനെ. അപ്പൊ അങ്ങനെ ചെയ്തു പോണ കൂട്ടത്തിലാണ് സെപ്പറേറ്റ് ക്യാബിനറ്റ് ഒക്കെ ആക്കി കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലത്തെ കുറിച്ചൊന്നും വലിയ ബോധമല്ല. സെപ്പറേറ്റ് ക്യാബിനറ്റ് ആക്കി അടിപൊളിയാവും എന്ന് മാത്രമേ മൈൻഡ് ഉള്ളൂ. അങ്ങനെ എന്നിട്ട് സെപ്പറേറ്റ് ക്യാബിനറ്റിന് വേണ്ടി കുറെ കയ്യും കാലൊക്കെ പിടിച്ച് ശരിയാക്കിയിട്ടാണ് ഒരു ചെറിയ സിസ്റ്റം എനിക്ക് വേറെ ബിൽഡ് ചെയ്ത് തന്നത്. അപ്പൊ അതിന്റെ അകത്ത് ഗ്രാഫിക്സ് കാർഡ് ഇല്ല. പിന്നെ അതും കയ്യും കാലും പിടിച്ച് +2 പഠിക്കുമ്പോഴാണ് 9400 GT എന്ന് പറഞ്ഞിട്ടുള്ള അതാണ് എന്റെ ആദ്യത്തെ ഗ്രാഫിക്സ് കാർഡ്. NVIDIA 9400 GT. അന്ന് NVIDIAയുടെ ഏറ്റവും ടോപ്പ് ഗ്രാഫിക് കാർഡ് 9800 GT. ഞാൻ അതിന്റെ തൊട്ട് താഴെയുള്ളതാണ് എടുത്തത്, 9400 GT. അതിനുശേഷമാണ് GTX 650, 750
980, 990, 1080 ഒക്കെ വരുന്ന കാലഘട്ടത്തിന് മുന്നുള്ള കാര്യം ഞാൻ പറയണേ. അതിന്റെ അകത്ത് അന്ന് ഞാൻ NFS ഷിഫ്റ്റ് കളിച്ചിട്ടുണ്ട്. NFS ഷിഫ്റ്റ് ഒക്കെ റിലീസായ വർഷം ഞാൻ കളിച്ചിട്ടുണ്ട്. ആ വർഷം 2007. അന്ന് ഇതാണ് GPU 9400 GT. അതും വലിയ ഭയങ്കര GPU എന്ന് പറയുമ്പോൾ ഇന്നത്തെ അത്ര സൈസ് ഒന്നും ഇല്ല. കുഞ്ഞൊരു കാർഡ്, സൗണ്ട് കാർഡിന്റെ അത്രേ ഉള്ളൂ അന്ന് സാധനം. ആ PC ഉണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ ഞാനിങ്ങനെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് പിന്നെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഇതെന്തോ അടിച്ചൊക്കെ പോയിട്ട് പിന്നെ ഗ്രാഫിക് കാർഡ് ഒന്നും വാങ്ങിച്ചു തരുന്ന പരിപാടി ഒന്നുമില്ല. പിന്നെ എനിക്കും മനസ്സിലായി ഇത് കുറച്ച് മെനക്കെട്ട പരിപാടിയാ. അവരോട് പറഞ്ഞ ഗെയിം കളിക്കാനല്ലേ വേണ്ട എന്ന് പറയും എന്നുള്ളൊരു ഇതിൽ പിന്നെ ഇങ്ങനെ അങ്ങനെ ഗെയിമുകൾ കുറവായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനത്തെ ആളായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഉള്ളത് കൊണ്ടാണ് പോലെയായിരുന്നു എനിക്ക് ഫുൾ ഗ്രാഫിക്സിൽ കളിക്കണം. അതിപ്പോ ഒരു 10 FPS ആയാലും കുഴപ്പമില്ല. ഞാൻ അന്ന് അങ്ങനെയാണ് കളിച്ചിരുന്നത്. എനിക്ക് കാണാൻ ഭംഗി കിട്ടണം ആ ഗെയിമിന്റെ ഗ്രാഫിക്സ് ഒക്കെ. 2012 വാച്ച് ഡോഗ്സ് 1 ഇറങ്ങണത് E3. എന്നിട്ട് E3 അത് കാണിച്ചത്. എന്നിട്ട് 2014 ഗെയിം ഇറങ്ങിയപ്പോ എനിക്ക് ആ ഗെയിം എങ്ങനെയും കളിക്കണതായി. അങ്ങനെ 9400 GTന്ന് ഞാൻ എന്റെ ബർത്ത്ഡേക്ക് എല്ലാരും ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് പൈസ ഒക്കെ തന്നത് കൂട്ടി വെച്ചിട്ട് ഞാൻ GTX 750 കാർഡ് വാങ്ങി. ആ സാധനം വാങ്ങി. അല്ല സോറി, GTX 750 അല്ല, GT 1030 ആ കാർഡ് വാങ്ങി. GT 1030 വാങ്ങിയപ്പോ പിന്നെ എന്റെ പൈസക്ക് വാങ്ങിക്കണല്ലേ, വീട്ടുകാരും പറഞ്ഞാ വാങ്ങിച്ചോ എന്ന് പറഞ്ഞു. അത് വാങ്ങി ഞാൻ കളിച്ചിട്ടും എനിക്ക് അതിലും വാച്ച് ഡോഗ്സ് ലാഗായിരുന്നു. കാരണം വാച്ച് ഡോഗ്സ് അന്ന് ഭയങ്കര സാധനാ ഗെയിം. അപ്പോ പക്ഷെ എനിക്ക് അറിയണില്ല അന്ന് സിപിയുവിന്റെ പവറും സിപിയുവിനും അന്ന് ഇതുണ്ടല്ലോ. നമുക്ക് ബോട്ടിലേക്ക് ആ, അങ്ങനത്തെ അത് കാര്യങ്ങളൊന്നും അത് അറിയില്ല. അത് അറിയണില്ല. അതപ്പോ ബോട്ടിലേക്ക് ഇരുട്ടായിരുന്നു ആക്ച്വലി അന്നാ പ്രശ്നം ഉണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചെന്താ 2 GB ഗ്രാഫിക് കാർഡ് സെറ്റാണ് ഞാൻ. ഓക്കെ, അന്നൊന്നും ഇത്ര ഗ്രാഫിക് കാർഡ് ഞാൻ പറഞ്ഞില്ല, ഇത്ര വലിയ ഇതൊന്നും ഇല്ല. അത് അപ്പോഴും GTX സീരീസ് ഇറങ്ങിയിട്ടില്ല കേട്ടാ. എന്നിട്ട് അതിന് ശേഷമാണ് GTX സീരീസ് ഇറങ്ങിയിട്ട് പിന്നെ എനിക്കൊരു ജോബ് കിട്ടി. ഇതിന് ശേഷമാണ് പിന്നീട് GTX 750 ഞാൻ അപ്ഗ്രേഡ് ചെയ്തത്. GTX 750 മേടിച്ചു വെച്ച് ആ വർഷം പിന്നെ എനിക്ക് തോന്നുന്നു NFS റൈവൽസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞ വാച്ച് ഡോഗ്സ് ഒക്കെ സ്മൂത്ത് ആയിട്ട് കളിച്ചിട്ടുണ്ട്. GTX 750 ഒരു ഇടിമിന്നലില് അച്ഛനായെന്ന് അടിച്ചങ്ങ് പോയി. വാറന്റി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ വെറുതെ കമ്പനിക്കാരുടെ കൈയും കാലൊക്കെ പിടിച്ചിട്ട് അയച്ചപ്പോൾ അവരെനിക്ക് പുതിയത് റീപ്ലേസ് ചെയ്ത് തന്നു. എന്തോ ഭാഗ്യത്തിന്. സൊട്ടാക്കിന്റെ ആയിരുന്നു കാർഡ്. അങ്ങനെ GTX 750 വെച്ചിട്ട് കളിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെയാണ് നീ നേരത്തെ പറഞ്ഞ PC നമ്മുടെ യൂട്യൂബിന് 2060. വേണ്ടിയുള്ള PCയിലേക്ക് വരുന്നത്. അപ്പൊ ഞാൻ ശരിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഓൾറെഡി ഉണ്ടായിരുന്ന Ryzen 5 2400G. അപ്പൊ അതിന് കുറച്ച് വിവരമായി. ഞാൻ തന്നെ ബിൽഡ് ചെയ്ത 2400Gയും GTX 750യും എത്ര 16 GB റാമും സാധനമൊക്കെ ആയിട്ട് ബിൽഡ് ചെയ്ത്. പിന്നെ ഈ ഗ്രാഫിക് കാർഡ് മാത്രമായിരുന്നു എനിക്ക് ലിമിറ്റേഷൻ. അന്നാണെങ്കിൽ 20 സീരീസ് കാർഡ് ഇറങ്ങി. ഇറങ്ങിയിട്ട് കുറച്ചായിട്ടുണ്ട്. കാരണം ഞാൻ 2060 എടുത്തതിന്റെ അവിടെ നിന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് 2060 സൂപ്പർ സീരീസ് ഇറങ്ങി. അത് കുറച്ചുകൂടി നല്ലതായിരുന്നു. അതാണെങ്കിൽ ഞാൻ ഇപ്പൊ ഈ PC കുറച്ചുകൂടി ലേറ്റ് ആയിട്ട് എടുക്കുള്ളായിരുന്നു. കാരണം അതിന് 8 GB VRAM ഉണ്ടായിരുന്നു. എൻ്റെ 6 ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ NVIDIAയുടെ ഇപ്പൊ കുറെ സാധനങ്ങളൊക്കെ അവര് ടെസ്റ്റിംഗ് ആയിരുന്നു. അവർ 20 ഇപ്പോഴും ആ PC ഇപ്പോഴും യൂസിലാണ്. അല്ല യൂസിലാണ്, വീട്ടില് ഉമ്മ യൂസ് ചെയ്യുന്നുണ്ട്. ആ PCയിൽ പക്ഷെ 2060 അവിടെ ഉണ്ട്. പക്ഷെ ഞാൻ അതിന്റെ ബോർഡും പ്രൊസസറും അപ്ഗ്രേഡ് ചെയ്തായിരുന്നു. കാരണം ബോട്ടിലേക്ക് വന്ന് 2060ക്ക് മാച്ച് ആയിട്ട് പിന്നീട് ഞാൻ Ryzen 3600ലേക്ക് മാറ്റി. മറ്റേ ഇതൊക്കെ സെറ്റ് ചെയ്തു. അതിന്റെ ബോട്ടിലിനൊക്കെ പെർഫെക്റ്റ് പെയറാ 3600യും 2060. അങ്ങനെ അത് സെറ്റ് ചെയ്തിട്ട് വെച്ച് അതിന് ശേഷം ഇപ്പൊ ഈ 4-5 കൊല്ലത്തിന് 5 കൊല്ലം കറക്റ്റ് യൂട്യൂബ് തുടങ്ങാൻ വേണ്ടിയാണ് ഞാൻ അത് ചെയ്തത്. എന്നിട്ട് പ്രോപ്പർ ഒരു ബിൽഡ് ഇപ്പത്തെ നമ്മുടെ സാധനം. സത്യം പറഞ്ഞാൽ എനിക്ക് ചെറുപ്പത്തിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ഗെയിം റിലീസിന് ഇറങ്ങുമ്പോ കളിക്കാൻ പറ്റണം. അതൊന്നാമത്തെ ആഗ്രഹം. അത് യൂട്യൂബിലൂടെ വന്നിട്ട് ഞാൻ ഓൾറെഡി സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ഗെയിം ഇറങ്ങുമ്പോ സ്പെക്ക് ഒന്നും നോക്കരുത്. ഒരു ഗെയിം റിലീസ് വരുന്നുണ്ട്. ഇപ്പൊ GTA 6 ഇറങ്ങുമ്പോ പറയും GTA 6 വരുന്നുണ്ട്, എന്നാ റിലീസ് കളിക്കാം. ആ കോൺഫിഡൻസിൽ ആ സാധനം, അതായത് സ്പെക്ക് എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ നോക്കലേ ഇല്ല. നോക്കേണ്ട ആവശ്യമില്ലല്ലോ. മനസ്സിലായോ? അങ്ങനെ അതൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. സത്യമായിട്ട് എന്റെ ഒരു ഡ്രീം ആയിരുന്നു. റിക്വയർമെന്റ് നോക്കരുത്. ഒരു ഗെയിം ഇറങ്ങാൻ പോണ്ട, വരട്ടെ, വെയിറ്റിംഗ്, അത്ര കഴിഞ്ഞു, ക്ലോസ്. അത് റിലീസ് ആവുക, മേടിക്കുക, കളിക്കുക. വർക്കാവുന്നത് നമുക്ക് അത്ര ഉറപ്പാണ്. അതൊരു ഗ്യാരണ്ടി കിട്ടണമെങ്കിൽ ബിൽഡ് അത്ര അടിപൊളി ആവണ്ടേ. അതാണ് ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. EMI ഉണ്ട്, പോക്കറ്റൊക്കെ കയറുന്നുണ്ട്. പക്ഷെ എന്നാലും അത് അച്ചീവ് ചെയ്തു. അതെ. നീ പറഞ്ഞത് ഉമ്മ കേട്ട് തോന്നുന്നു സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ചായ വിത്ത് ഗെയിമറിന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ആ ഗെയിമർ ചായ കുടിച്ചിരിക്കുന്നു.
പായസോടാ പാലടാ. ആ ഞാൻ ഇത്തിരി അപ്ഗ്രേഡഡ് വെർഷൻ ആണ് പറഞ്ഞത്. നമ്മളുടെ തുടക്കം പ്രമാണിച്ചിട്ടുള്ള ഒരു താങ്ക് യു താങ്ക് യു ഓഫർ താങ്ക് യു ആയിരുന്നു. താങ്ക് യു. ഞാൻ മടു പറയേണ്ടത് കഴിഞ്ഞിട്ട് താങ്ക് യു താങ്ക് യു. ഓക്കെ. അപ്പം ആൻഡ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മള് 100K ഒരു യൂട്യൂബില് വലിയൊരു മൈൽ സ്റ്റോൺ ആണ്. അച്ചീവ്മെന്റ് ആണ്. അപ്പം ഈ 100K അടിച്ചപ്പോഴുള്ള ആ ഒരു ഫീലിങ്സും ഈ 100K അടിക്കുമ്പോൾ നമുക്ക് ആ 100K മാത്രമല്ല കൂടെ ഒരു പ്ലേ ബട്ടൺ എന്ന് പറയുന്ന ഒരു സംഭവം കൂടി കിട്ടും. അപ്പൊ ആ ഉണ്ട്. പ്ലേ ബട്ടൺ എങ്ങനെയാണ് കളക്ട് ചെയ്യാൻ പോയപ്പോഴുള്ള ആ ഒരു ചുറ്റുപാടും ഒരു ഫീലിങ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതെങ്ങനെയായിരുന്നു എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? 100K എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ 100K കുറെ ആൾക്കാർക്ക് ഒരു മറുപടി കൊടുത്തൊരു ഒരു സംഭവമായിരുന്നു. ഓക്കെ. ഈ 100K ഒരുവിധം എല്ലാ യൂട്യൂബേഴ്സിനും എന്താ പറയാ എല്ലാവർക്കും അല്ലെങ്കിൽ യൂട്യൂബ് തുടങ്ങുന്ന എല്ലാവർക്കും ഒരു വലിയ മൈൽ സ്റ്റോണാണ്. അതെ. കാരണം ഒന്ന് സിൽവർ പ്ലേ ബട്ടൺ കിട്ടുന്നു. പിന്നെ മിനിമം ഇപ്പൊ ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറയണ പോലെ ഇപ്പൊ കുറെ കാലമായിട്ട് നമുക്ക് 1,00,000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ 1,00,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലേ. ആക്ച്വലി 1,00,000 സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യത്തിലല്ല, നമുക്ക് വ്യൂസ് ആണ് എപ്പോഴും യൂട്യൂബിൽ വേണ്ടത്, നിനക്കറിയാലോ നല്ല പോലെ. അതെ. പക്ഷെ ആൾക്കാർക്ക് പറയുമ്പോ 1,00,000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു വിലയാണ്. സത്യം. മനസ്സിലായോ? ഉം. അവർക്ക് ഒരു പ്രത്യേക അത്രയൊക്കെ ആൾക്കാര് കാണുന്നുണ്ടല്ലേ, ഫോളോ ചെയ്യുന്നുണ്ടല്ലേ, ആ ഒരു ഇതാണ്. അപ്പൊ നമ്മൾ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇങ്ങനെ വന്ന് നമ്മളൊക്കെ നമുക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുന്നൊന്നും കുറെ കുടുംബക്കാര് നാറികൾ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ഓക്കെ. അപ്പോ അവരുടെയൊക്കെ മുന്നിൽ നമുക്ക് ഇത് പണി ഇങ്ങനെയൊക്കെയാണ്. കാരണം ആൾക്കാർക്ക് അറിഞ്ഞൂടാ. അപ്പൊ അറിയാത്തതിനെ എപ്പോഴും ഇഗ്നോർ ചെയ്യുക, അവോയ്ഡ് ചെയ്യുക, പുച്ഛിക്കുക, അതാണല്ലോ നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഒരു പരിപാടി എന്ന് പറയുന്നത്. എക്സാക്ട്ലി യോജിക്കുന്നു. അപ്പൊ നമ്മള് അതിനുശേഷം ഈ ഒരു 100K ഒക്കെ അടിച്ചു കഴിഞ്ഞിട്ട് അത് ഈ സിൽവർ പ്ലേ ബട്ടൺ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുമൊന്നുമില്ല. ഉം. അത് നമ്മുടെ പേരടിച്ച സാധനം, നമ്മുടെ ഒരു ട്രോഫിയാണ്. അതെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇത് ആയ സമയത്ത് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. ഞാൻ അത് 100K അടിച്ച സമയത്ത് എനിക്ക് തോന്നി ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ലൈവ് ഞാൻ വന്നിട്ടുണ്ടായി. ആ ലൈവ് വന്നതിൽ എന്റെ എക്സൈറ്റ്മെന്റ് എനർജി ആ ലൈവ് വോയിസിൽ കേൾക്കാം. ആ ഭയങ്കര താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര അലറിയിട്ടൊക്കെയാണ് ഞാൻ അലറി ആ അലറി. സ്ഥലം പറഞ്ഞേക്കണത്. യെസ് യെസ്. പിന്നെ അതെ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമ്മൾ ആ ഒരു സ്ഥലത്ത് എത്തി. ഞാൻ അത്രയൊന്നും എത്തില്ല എന്ന് വിചാരിച്ച ഒരു കാര്യമാണ് കേട്ടാ നമ്മളെത്തിയത്. യെസ്. അപ്പൊ അതിന് ഭയങ്കര എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്റ്റേബിൾ ആയിട്ട് ഒരു മിനിമം റവന്യൂ കിട്ടിയാൽ ജീവിച്ചു പോവാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ സാധനം ചെയ്യണത്. അപ്പോഴാണ് നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറത്തേക്ക് സാധനം ആ ടൈമിൽ എത്തണത്. അപ്പൊ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ സിൽവർ പ്ലേ ബട്ടൺ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. ഞാൻ വിചാരിച്ചു ഗംഭീര പാക്കിങ്ങിലൊക്കെ സാധനം വരിക. പോയ മണ്ടൻ. ചെന്ന് നോക്കിയപ്പോ യൂട്യൂബിന്റെ അതും ഇവിടെ കണ്ട കൊറിയർ സർവീസ് ഉണ്ടായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കൊറിയർ സർവീസ് കുന്നോളത്താണ് ഈ സാധനം വന്നത്. പിന്നെ മനസ്സിലായത് അവര് ഇന്റർനാഷണൽ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ടീമാണ്. ചെറിയൊരു ഓഫീസ്. യൂട്യൂബ് ഒരു ബ്ലാക്ക് ബോക്സിലാണ് ഈ സാധനം. കണ്ടിട്ടുണ്ടാവുമല്ലോ അൺബോക്സിംഗ് വീഡിയോസ് കണ്ടു അതിലയക്കുക. അപ്പൊ കണ്ടു. അകത്തൊന്നും പറ്റില്ല. പക്ഷെ ആ ബോക്സിന്റെ എഡ്ജസിനൊക്കെ ചെറിയ ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും സന്തോഷം ഉണ്ടായിരുന്നു. കാരണം അതിന്റെ പുറത്ത് നമ്മുടെ അഡ്രസ്സ് അത് ഞാൻ സ്റ്റോറി ഇട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ഞാൻ ഉണ്ട് ഹൈലൈറ്റ് ഉണ്ട്. ചെയ്തിട്ടുണ്ട്. ഹൈലൈറ്റിലും ഉണ്ട്. ആ എന്നിട്ട് ആ സാധനം വന്നിട്ട് എന്താ പറയാ അത് ഒറ്റയ്ക്കാണ് ഭയങ്കര പോയെടുത്തത്. ഞാൻ ഒറ്റയ്ക്കായിരുന്നു, വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് അത് വിളിച്ച് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞു ഉടനെ ഞാന് എന്തോ റെക്കോർഡിങ് എന്തോ പരിപാടിയായിരുന്നു. ഞാനത് അവിടെ നിർത്തിയിട്ട് ഞാൻ പോയി അത് മേടിക്കാൻ. കാറെടുത്ത് പോയി. എന്നിട്ട് അതില് വെച്ച് വന്നു. ഇനി വല്ല മഴയൊന്നും കൊള്ളണ്ട, അതിനൊന്നും പറ്റണ്ട വെച്ചിട്ട് ഞാൻ പറയില്ല കുറച്ചുകൂടി വലിയ ബോക്സ് ഒക്കെ എക്സ്പെക്ട് ചെയ്തു. പക്ഷെ അത് കുഴപ്പമില്ല, ഉള്ളിലൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് പിന്നെ മനസ്സിലായി എല്ലാവർക്കും യൂട്യൂബ് അയച്ചു കൊടുക്കുന്നത് അങ്ങനെ തന്നെയാണ്. അവര് വേറെ അഡീഷണൽ പാക്കിംഗ് ഒന്നും ഇല്ല. ആ ബോക്സ് തന്നെ ഒട്ടിച്ച് യൂട്യൂബ് എന്നൊക്കെ എഴുതി അകത്തൊരു കത്തൊക്കെ ഉണ്ടാവും കേട്ടോ, നമുക്ക് മോട്ടിവേഷൻ അല്ല യൂട്യൂബിന്റെ സൈഡിൽ നിന്ന് ഒരു കൺഗ്രാജുലേഷൻസ് ഒക്കെ ആയിട്ട്. ഈ ഓക്കെ. കണ്ടിട്ടുണ്ട് എന്റെ പ്ലേ ബട്ടൺ? ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അന്ന് വന്നപ്പോ കണ്ടായിരുന്നു. ആ കണ്ടിട്ട്. ശരി യെസ് ശരി യെസ്. ശരിയാണ് ശരിയാണ്. ഓക്കെ. ആൻഡ് നമുക്ക് നമ്മളുടെ ഈ ഒരു ടോക്ക് ഷോയിന്റെ അടുത്തൊരു സെഗ്മെന്റിലേക്ക് കിടക്കാം. അപ്പോ കഴിഞ്ഞില്ലല്ലേ? 2 സിപ്പ് എടുത്തോ, 2 സിപ്പ് എടുത്തോ. ഇത്തിരി വെള്ളം കുടിക്കാനുള്ള വകുപ്പുണ്ടല്ലോ. അപ്പൊ ഞാൻ അതായത് നമ്മുടെ ഇൻസ്റ്റഗ്രാമില് സ്റ്റോറി ഇട്ടായിരുന്നു നമ്മളുടെ ഗസ്റ്റിനെ പരിചയപ്പെടുത്തിയിട്ടും നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ഏരിയയും കൂടി ആയിട്ട് നമ്മൾ സ്റ്റോറി ഇട്ടായിരുന്നു. അപ്പൊ അതില് എനിക്ക് ടോട്ടല് കുറെ റെസ്പോൺസുകൾ വന്നു. അതിൽ നിന്നൊരു 18 റെസ്പോൺസ് ഞാൻ നിങ്ങൾക്ക് എല്ലാവരുടെയും ബേസിസിൽ കുറെ റിപ്പീറ്റഡ് ഉണ്ടായിരുന്നു. എല്ലാവരുടെയും റിപ്പീറ്റഡ് ഉണ്ടെങ്കിലും ഒരാളുടെ എടുത്തിട്ട് ഒരു വോളണ്ടിയറിംഗ് എന്നുള്ള രീതിക്ക് ഞാൻ ആ ഒരു റെസ്പോൺസിൽ വഴി Q&A പോലെ ആ ഒരു സെഗ്മെന്റ് ആണ് അടുത്തത് നമ്മൾ വരുന്നത്.
So let's move on to the segment 2 of Chai with Gamer. Okay, so let's move on to the first question. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് SKയുടെ കയ്യിൽ നിന്നാണ്. സെർപെന്റ് കിങ്. ഏകദേശം 2030 ആകുമ്പോൾ അണ്ണന്റെ എ ബിഗ് ബീസ്റ്റ് ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവും? 2030 ആകുമ്പോ ഓഫ് കോഴ്സ് പുതിയ ചാനൽ ഉണ്ടാവും. എസ്കെന്നെ അത് കേക്കണം. എസ്കെ അത് കേട്ടാ ചിരിച്ചാവും. കാരണം ഓൾറെഡി നമ്മളൊരു ഷോർട്സ് ചാനൽ തുടങ്ങിയിട്ട് എസ്കെനെ ഏൽപ്പിച്ചിട്ട് ആ ചെക്കനൊന്നും മൈൻഡ് ചെയ്യണം കൂടി ഇല്ല. അത് ഉണ്ട്. ലൈഫിലെ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് നമ്മുടെ മെയിൻ പരിപാടിയായിട്ട് ഇത് ചെയ്യുന്നോണ്ട്, മെയിൻ കരിയർ ആയിട്ട് ചെയ്യുന്നോണ്ട് തന്നെ അതിലൊരു ഡെവലപ്മെന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഒരു സബ്സ്ക്രൈബർ കൗണ്ടിൽ കുറച്ചും കൂടെ ഒരു ഇൻക്രീസ് വേണം എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ആലോചിക്കുന്ന വെച്ചാൽ നമ്മൾ അൾട്ടിമേറ്റ്ലി വർക്ക് ചെയ്യണത് എന്തിനു വേണ്ടിയിട്ടാണ്? ബേസിക്കലി നമുക്കൊരു ബെറ്റർ ലൈഫ് നമ്മളെ വീട്ടുകാർക്ക്, പിന്നെ എൻ്റെ മോൻ, ഇവർക്കൊക്കെ നമുക്ക് നല്ല ലൈഫ് കാര്യങ്ങൾ കൊടുക്കാൻ പറ്റണം. അതെ. അപ്പൊ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ ഇപ്പൊ ഞാൻ ഒരു മിഡിൽ ക്ലാസിന്റെയും ലോ ക്ലാസിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ഫാമിലിയാണ് ഞാൻ എൻ്റെ. അപ്പൊ അതിനും ഒക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നതാണ് നമ്മുടെ ഒരു വിശ്വാസം. യെസ്. ആൻഡ് ലൈഫിൽ ഇപ്പൊ ഓൾറെഡി കുറെ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ഒക്കെ നല്ല ചേഞ്ചസ് ആണ്. സ്ട്രഗിളും ഉണ്ട് അതിനനുസരിച്ചിട്ട്, അതും പറയാം. അപ്പൊ യെസ്. അതൊക്കെ തന്നെ നിലനിന്ന് പോണം. ഞാൻ കൂടുതൽ ഭയങ്കര ചേഞ്ച് ആഗ്രഹിക്കണേക്കാൾ കൂടുതൽ ഞാൻ ആഗ്രഹിക്കണത് നിലനിന്ന് പോണം എന്നുള്ളത്. എനിക്ക് കൂടിയില്ലെങ്കിലും സസ്റ്റൈനബിൾ കുഴപ്പമില്ല. അതൊക്കെ ആയിട്ട്. വെറും എനിക്ക് എന്റെ ആഗ്രഹം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, കൂടിയിരുന്നെങ്കിൽ എന്നുള്ളത്. പക്ഷെ എനിക്ക് കുറയരുത്, അല്ലെങ്കിൽ ഉള്ളത് ആ ഒരു ഇതിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റണം എന്നുള്ളതാണ് ഏറ്റവും വലിയ എൻ്റെ ആഗ്രഹം. അപ്പൊ അത് 2030 ഉണ്ടാവണം എന്ന് തന്നെയാണ്. അതാണ് എന്റെ മെയിൻ. അതെ. ചേഞ്ച് ഉണ്ടായില്ലെങ്കിൽ അത് അങ്ങനെ പോയാൽ മതി. കേട്ടല്ലോ എസ്കെ? അനക്ക് ഉത്തരം കിട്ടിയല്ലോ. അതെ. ഞാൻ അടുത്ത ആളെ വിളിക്കാം. SKക്ക് വെട്ടാനുള്ള വകുപ്പ് പോയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ആളെ മൂവിങ് ഓൺ വിളിക്കാം. ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് IG സൈക്കോ മൂൺ വാക്കർ വൈറ്റീസ് റെസ്പോൺസ് ആണ്. സ്കേറിയസ്റ്റ് ഗെയിം യു ഹാവ് എവർ പ്ലേഡ്? അയ്യോ എന്തായിരുന്നു അതിന്റെ പേര്? ഞാൻ VR കളിച്ചത്. ഇവിടെ ഉണ്ണിയേട്ടനും റാഷന്റെ വീട്ടിലുണ്ടായിരുന്നു ആ സമയത്ത്, ഞാൻ സ്ട്രീം ചെയ്യുന്ന സമയത്ത്. അതാണ് ഞാൻ കളിച്ച സ്കെയറസ്റ്റ്, അതും VR. അതൊരു രക്ഷയില്ലാതെ. അത് പിന്നീട് ഞാൻ അത് ബാക്കി ഒറ്റക്ക് കളിക്കാൻ നോക്കി, പക്ഷെ എനിക്ക് പറ്റിയില്ല. അന്ന് എന്റെ അടുത്ത് വരും, ഞാൻ VR ലാണെങ്കിലും മനസ്സിലായി. ഞാൻ വീഡിയോ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അലറിയിട്ടൊക്കെ വീണു പോയത്. പക്ഷെ അതൊരു പക്ക ഇംഗ്ലീഷ് മൂവി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണ പോലെയാണ് കേട്ടോ. ഒരു ഇംഗ്ലീഷ് സിനിമ കാണുമ്പോൾ നമ്മൾ എങ്ങനെ പേടിക്കും അതുപോലെ പേടിക്കും. നമ്മുടെ മുമ്പിൽ സാധനങ്ങളൊക്കെ എയറിൽ ഇങ്ങനെ നിൽക്കുന്നു, അങ്ങനെ പ്രേതയിൽ വന്ന് പിടിക്കുന്ന ഒരു സീനുണ്ട്. മാഡിസൺ VR. ഇത് ഫ്ലാറ്റ് സ്ക്രീനിലും ഉണ്ട് കേട്ടോ ആ ഗെയിം. VR അല്ലാണ്ട് നിങ്ങൾക്ക് PC കളിക്കാൻ പറ്റും. പക്ഷെ VR കളിക്കണത് അതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആണ്. അതിൽ കളിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അത്ര പേടിക്കുന്നത്. നമുക്ക് കുറെ ഹൊറർ ഗെയിംസ് കളിക്കാറില്ലേ. സോ പേഴ്സണലി ഹൊറർ എനിക്ക് കളിച്ചതിൽ ഏറ്റവും സ്കെയറി തോന്നിയുള്ളത് അതാ. പക്ഷെ അത് അവരും പറയുന്നുണ്ട് കേട്ടാ, അത്രയും പേടിപ്പിക്കുന്ന രീതിയിലാണ് അവരത് ചെയ്തേക്കണത്. ഈ ഇൻസിഡിയസ്, നണ്ണ് അങ്ങനത്തെ പടങ്ങളിൽ നിന്നൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള എലമെന്റ്സ് ആ ഗെയിമിന്റെ അകത്തുണ്ട്. റെഡ് ഡോറ് അത് ഇതൊക്കെ ആയിട്ട് കിടല. അതാണ് സ്കെയറിയസ്റ്റ് ഗെയിം. VR കൂടി ആവുമ്പോ പിന്നെ VR കൂടി ഒന്നും പറയാൻ പറ്റില്ല. ഒന്നും പറയണ്ട. ചോദിച്ചത് വീട്ടിലേക്ക് വായോ? ആര് ചോദിച്ച? IG സൈക്കോ അല്ലേ? ആ, വാ വീട്ടിലേക്ക് വാ, ഞാൻ VR വെച്ചിട്ട് ഞാൻ തരാം. ഞാൻ 1.5 മണിക്കൂർ 1.25 മണിക്കൂർ അന്ന് ആ ഗെയിം കളിച്ചിട്ടുണ്ട്. അതിന് കൂടുതലുണ്ട് കൊണ്ടോ. ഈ ഒരു 15 മിനിറ്റ് താണ്ടിയേ ഞാൻ എന്നെ സംഭവിക്കാം. ഓക്കെ okay. ഒരു And moving on to the next question from Anjay Yes, please. Santosh. സന്തോഷായി. What's your next dream? മെയിൻ കാര്യം സസ്റ്റൈനബിലിറ്റി. നേരത്തെ ഓൾറെഡി പറഞ്ഞു 2030 കഴിഞ്ഞിട്ട്. ഡ്രീം ഒക്കെ ഒരു ഗോൾഡൻ പ്ലേ ബട്ടൺ വേണമെന്നുണ്ട്. അത് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്നാണ് ആ പറഞ്ഞതിന്റെ ആ ഒരു ഉത്തരം. പറഞ്ഞതിന്ന് അതായത് ഇപ്പൊ ഈ വീഡിയോ കാണുന്നവര് ഓൾറെഡി വിചാരിച്ചതാണ് അത്. വിചാരിച്ചിട്ടുണ്ടാവും. നമ്മളറിയാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരാണ് വിചാരിക്കേണ്ടത്. നമ്മളറിയുന്നവര് മാത്രമായിരിക്കും ഇപ്പൊ ഇത് കാണുന്നുണ്ടാവുക. അപ്പൊ ബാക്കിയുള്ളവരിലേക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും കാലത്ത് എത്തും. അപ്പൊ നമ്മൾ ആരാണെന്നും എന്തരാണെന്നും നമുക്ക് വേണ്ടതെന്ന് നിങ്ങൾ അറിയുമ്പോ സപ്പോർട്ട് ചെയ്താൽ മതി. അതെ അതെ. അതാണ് യൂട്യൂബ് സൈഡിൽ നിന്നുള്ള ഒരു വലിയ ഡ്രീം എന്ന് പറയുന്നത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതും അഞ്ജയ് സന്തോഷിന്റെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡു യു ഹാവ് എനി മെസ്സേജ് ഫോർ യങ് ജനറേഷൻ?
എനിക്കൊരു കാര്യം പറയാനുള്ളത്. മെയിൻലി നമുക്കറിയാം ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ജെൻ സി കഴിഞ്ഞ് പുതിയ വരുന്നവര് ജെൻ എന്തോ വേറൊരു പേര് ഞാൻ 2 ദിവസം മുന്നേ അവിടെ വായിച്ചത്. പുതിയ പേരിട്ടിട്ടുണ്ട്. പുതിയ പേരൊക്കെ വന്നാ ഞാൻ 2000 അറിഞ്ഞില്ലല്ലോ. ആ 2025 ജനിക്കുന്ന കുട്ടികൾക്ക്. ഓക്കെ. ഓ മൈ ഗോഡ്. ജെൻസിക്കാരും അങ്ങോട്ട് മാറി നിക്ക്. ജെൻ എന്തോ പറഞ്ഞിട്ട് ജെൻ വേറൊരു സംഭവമില്ല. പ്ലസ് അവര് ആയിരിക്കും. എന്തെങ്കിലും ഞാനൊരു പ്ലസ് മൈനസ് പേരിട്ടാട്ടോ. അല്ലല്ല ആ സാധനമൊന്നുമല്ല. പ്ലസും മൈനസും ഒന്നുമല്ല. ജെൻ വേറെന്തോ പേര് പറഞ്ഞിട്ട് മാറി നിൽക്കുക പറഞ്ഞിട്ട്. ഇനി എന്താ പറയാ നമ്മള് ട്രോൾസിലെ കണ്ടിട്ടുണ്ടാവില്ലേ നമ്മുടെ ഇന്നസെന്റ് ആയിട്ടുള്ള നമ്മുടെ പാരന്റ്സിന്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞു എന്ന് പറയുന്ന പോലെ ഇനിയിപ്പോ ഉള്ളതൊന്നും അങ്ങനെയല്ല. മെയിൻലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വരുന്നവർക്ക് ഇപ്പൊ എന്താ പറയാ ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും എന്താ പറയാ ഇപ്പൊ റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്താണെങ്കിലും പൊതുവെ ഒരു വാല്യൂ കുറവായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യണത്. അല്ലെങ്കിൽ ആ ഒരു രീതിയിലോട്ടാ വരുന്നതും പോണതൊക്കെ. കാരണം ഒക്കെ ഒരു അടച്ചിട്ട റൂമിന്റെ അകത്ത് ഇവർക്ക് കിട്ടും. ഓക്കെ. യെസ്, ഓൺലൈൻ എക്സാക്ട്ലി. ആയിട്ടുള്ള പരിപാടിയാണെങ്കിലും, ക്ലാസ് ആണെങ്കിലും ഇതാണെങ്കിലും പൊതുവെ ഇവർക്ക് ഒരു ആവശ്യത്തിന് പുറത്ത് പോകണ്ട. ഈവൻ ഫുഡ് കിട്ടുകയാണെച്ചെങ്കിലും ഓർഡർ ചെയ്താൽ വീട്ടിൽ കൊണ്ടുതരും. സോഷ്യലൈസ് ചെയ്യല് വളരെ കുറവായിരിക്കും. ഈ സോഷ്യലൈസ് ചെയ്യണത് വളരെ കുറവാകുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാരോടായിട്ടുള്ള ആ ഒരു ഇതുകൊണ്ട് തന്നെ ഇവർക്ക് ഇപ്പം അങ്ങനെ ഈ സ്കൂളിൽ പോകുന്നു കഴിഞ്ഞു എന്നല്ലാണ്ട് ആ ഒരു കൂട്ടുകാർ അല്ലെങ്കിൽ ആ ഒരു സർക്കിളിനകത്തൊക്കെ അല്ലാണ്ട് അതിന്റെ അപ്പുറത്തേക്ക് ഇമോഷൻസിന് അല്ലെങ്കിൽ അതിനൊരു വാല്യൂ കാര്യങ്ങൾ ഇവർക്ക് ഉണ്ടാവും കൊടുക്കുമോ എന്നൊക്കെ എനിക്ക് എനിക്ക് സംശയമാണ്. എനിക്ക് എന്റെ മോന്റെ കാര്യത്തിൽ വരെ എനിക്ക് ആ ഡൗട്ട് ഉണ്ട് തോന്നില്ല. അവര് പണ്ട് കാര്യമില്ല നമ്മളിപ്പോ വളർന്നു വരുന്ന സാഹചര്യം അങ്ങനെയാണ്. നമുക്ക് എല്ലാം അങ്ങനെ കിട്ടുമ്പോൾ അതിന്റെ ആവശ്യമില്ല അല്ലെങ്കിൽ അവര് നമ്മള് നമ്മുടെ അങ്ങനെ ഒരു തോന്നിയ പോലെ നടക്കുക അങ്ങനെ ഇതല്ലാണ്ട് അതിനെല്ലാത്തിനും ഒരു 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 ജെന്യുവിൻ ആയിട്ട് നമ്മൾ എപ്പോഴും നമ്മുടെ കാര്യം നോക്കണം. ബാക്കിയുള്ളവരുടെ ഇമോഷൻസിനും വാല്യൂ കൊടുക്കണം. അങ്ങനെ ഒരു ഇതിൽ പോവാൻ പറ്റണം. അടങ്ങി ഒതുങ്ങി കൂടാണ്ട് ഒരു ഇതിൽ പോകാൻ പറ്റണം. അത് നല്ല രീതിക്ക് എങ്ങനെ വേണമെങ്കിലും ചീത്തയാവാൻ പറ്റുന്ന ജനറേഷനും സൗകര്യങ്ങളുമാണ് ഇപ്പോൾ ഉള്ളത്. അതെ, ആണല്ലോ. സത്യം സത്യം. ആ എല്ലാവർക്കും ഉള്ളത്. അപ്പൊ അതിന്റെ അകത്തുനിന്ന് നിങ്ങളെ വീട്ടുകാർക്കാണെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും നിങ്ങളെ കുറിച്ചിട്ട്. നിങ്ങൾക്കും ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതിനൊക്കെ ഷോർട്ട് കട്ട്സ് കുറെ അവൈലബിൾ ആണ്. അപ്പൊ എല്ലാം പറയണം. ഇപ്പൊ റിലേഷൻഷിപ്പ് വാല്യൂസ് കൊടുക്കുകയാണെന്ന് വെച്ചാൽ അതിപ്പോ ഫ്രണ്ട്സ് ആണെച്ചെങ്കിലും ആരെയും പറ്റിക്കാനോ ചതിക്കാനോ ഒന്നും നിക്കാണ്ട് കറക്റ്റ് ആയിട്ട് അത് നമുക്ക് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയാം എന്തൊരു കാര്യം. അതെ, ആൾക്കാരായിട്ട് വട്ടം ചുറ്റിക്കാണ്ടിരിക്കുന്ന രീതിയിൽ അതങ്ങനെ കൊണ്ടുപോവുക. എല്ലാം ഈ പറഞ്ഞ പോലെ ഒരു അതുപോലെ ഷോർട്ട് കട്ട്സ് തപ്പി നടക്കാതിരിക്കുക. ഷോർട്ട് കട്ടിൽ കൂടെ കിട്ടണതൊക്കെ വളരെ കുറച്ച് കാലം മാത്രമേ നിൽക്കുള്ളൂ. അതിന് ഷോർട്ട് കട്ടാണ് ചെയ്യുമ്പോൾ 100 കിട്ടുകയും ചെയ്യും. അതാണ് അതെ, പ്രശ്നം. കുറെ ഷോർട്ട് കട്ട് കിട്ടും. അപ്പൊ എന്തിന് ഇത്ര കഷ്ടപ്പെടുന്നത് അത് ചെയ്താൽ പോരെ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ആ ചെയ്യണത് നിങ്ങൾക്ക് ആ ഒരു ജെന്യുവിൻ ഹാപ്പിനെസ് എന്താണെന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. നമ്മളൊക്കെ കുറെ കഷ്ടപ്പെട്ടതൊക്കെ വന്നോണ്ടേ നമുക്ക് അത്രയും കഴിഞ്ഞത് കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. നിങ്ങൾക്ക് അതെ, വളരെ പെട്ടെന്ന് കിട്ടുമ്പോൾ അത് എന്ത് കാര്യത്തിനായാലും ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ അതിനൊക്കെ ഉള്ള ഒരു ഇത് വേണം. ഇപ്പൊ പുതിയത് അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ മതി ഞങ്ങൾ അങ്ങനെ ആവുള്ളൂ എന്നും പറഞ്ഞ് വാശി പിടിച്ചിരിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ നമ്മള് തന്തവൈബാവും. പിന്നെ അതെ. പറയുമ്പോ ഉപദേശമൊക്കെ ആയിട്ട് ഒക്കെ കൂട്ടും. അപ്പൊ ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ ഇത് മാർക്ക് ചെയ്തോ അത് ഫാക്റ്റ് ആണ്. ഫാക്റ്റ് ആണ്, പോയിന്റ് ആണ്. യെസ്. ഫ്യൂച്ചർ വരുന്ന ഈ പിള്ളേര് വളർന്ന് വലുതാവുമ്പോ അവർക്കൊക്കെ അത്രേ ഉണ്ടാവുള്ളൂ ഈ പറഞ്ഞ പോലെ എല്ലാത്തിനോടുള്ള വാല്യൂസ് കുറയാൻ വളരെയധികം സാധ്യതയുണ്ട്. സത്യം സത്യം സത്യം. ഭരത് വാജ്പി .n ചന്ദ്രൻ. റെസ്പോൺസ് ആണ്. ഉം. GTA 6 എക്സ്പെക്ടിംഗ് പ്രൈസ്. ഭരദ്വാജ്. ഭരദ്വാജ്. ഭരദ്വാജ് അറിയാം. GTA GTA 6 എക്സ്പെക്ടിംഗ് പ്രൈസ്. 2500 രൂപക്കാണ് 2013 GTA 5 വന്നത്. ഓക്കെ. ഓക്കെ. അതും 5 കോപ്പി ഒരുമിച്ച് മേടിക്കുകയാണെങ്കിൽ അന്ന് ഫ്ലിപ്കാർട്ടിൽ റിലീസിന് ഓഫർ ഉണ്ടായിരുന്നു. 2500 എന്നുള്ളത് പെർ കോപ്പി 2000 വെച്ച് കിട്ടും. അങ്ങനെ ജെയൊക്കെ അന്ന് മേടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഇന്ത്യയിൽ പൈസ ഉണ്ടായിരുന്നില്ല എന്നോട് ചോദിച്ചാണ്. സോ ഇപ്പോഴത്തെ ഒരു കറന്റ് മാർക്കറ്റ് റേറ്റ് വെച്ചിട്ട് ഞാനൊരു 4000 രൂപ വരെ 3500 ടു 4000ന്റെ ഇടയിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അവർ 2500 തന്നെ ഇറക്കിയാലും ഞാൻ ഷോക്ക് ആവില്ല. കാരണം GTA അത്ര അധികം വിറ്റ് പോണ ഒരു സാധനം ആയതുകൊണ്ട് അവർക്ക് നൈസ്. അത്ര വില കൂട്ടണമെന്നില്ല അതിന്റെ സെയിൽ അടക്കം. ഇപ്പോഴും GTA 5 അവർക്ക് പ്രോഫിറ്റാ. സത്യം. അപ്പോ പക്ഷെ എന്നാലും ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് റേറ്റ് വെച്ചിട്ട് എന്തായാലും ഒരു ഗെയിമിന്റെ വില കൂട്ടും. എന്നാലും ഞാൻ ഒരു 3500 4000 ആണ് സ്റ്റാൻഡേർഡ് എഡിഷൻ ബേസിക് എക്സ്പെക്ട് ചെയ്യുന്നത്. മറ്റേത് വരുമ്പോൾ 5500 6000 ആ റേഞ്ച് ഒക്കെ ഉണ്ടാവും പി സിയിൽ കേട്ടോ. പ്ലേ സ്റ്റേഷനിൽ വരും നോക്കണ്ട. സ്റ്റാൻഡേർഡ് എഡിഷന് മാത്രം 5600 ആ റേഞ്ച് ഒക്കെ ഉണ്ടാവാം GTA. അതെ അതെ അതെ. പൈസ ആൻഡ് ഒക്കെ സെറ്റ് ചെയ്തത് നിങ്ങളൊരു 4000 രൂപ എടുത്തു വെക്കുകയാണെങ്കിൽ നിങ്ങൾ സേഫ് ആയിരിക്കും. യെസ്, ഇപ്പോഴേ കൂട്ടി വെച്ചോ. യെസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അക്ഷയ് രവികുമാർ 3 എന്ന് പറയുന്ന ഐഡിയിൽ നിന്നാണ്. എങ്ങനെ ഹലോ അക്ഷയ്. നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ്?
ക്രൂ മെമ്പേഴ്സ് ആയി? ഇതിന്റെ ഉത്തരം പറയേണ്ടത് ഞാനല്ല. സിജെ, ഞാൻ നിന്നോട് ചോദിക്കുകയാണ് അക്ഷയ് ചോദിച്ചത്. എങ്ങനെ നമ്മൾ ക്രൂ മെമ്പേഴ്സ് ആയി? അയ്യോ, ഇയ്യ് എങ്ങനെ ഇവിടെ കേറിക്കൂടി? ഇയ്യ് അങ്ങനെയല്ല, എങ്ങനെ ഇവിടെ കേറിക്കൂടി? അങ്ങനെയല്ല. ഇല്ലല്ലല്ല. അല്ല, ഞാൻ ഈ ഹോസ്റ്റ് ചോദ്യം ആണ്. ഈ ചോദ്യത്തിന് ഏറ്റവും ആപ്റ്റ് സംസാരിക്കാൻ മറുപടി പറയാൻ ഞാനല്ല, സിജെ തന്നെയാണ്. പറഞ്ഞു സിജെ, പോരട്ടെ. ഒരു റാൻഡം ലൈവിന്ന് എനിക്ക് ഇതിനെ കിട്ടി. ഞാൻ മെസ്സേജ് അയച്ചു, പിന്നെ അങ്ങോട്ട് കൂടെ കൂടി. ഉത്തരം കിട്ടി കഴിഞ്ഞു. നമ്മള് ഓൾറെഡി ഇപ്പൊ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് മെമ്പർ എന്ന് പറയുന്നത് ഷഹലാണ്. Yes. ഓക്കെ, ഇപ്പൊ ഇത് ഞങ്ങളിപ്പോ ഇങ്ങനെ ആൾക്കാരെ ഇവിടെ ഇങ്ങനെ നോക്കി നടന്നിട്ട് ഇങ്ങനെ തപ്പി അവിടെ നമ്മൾ അങ്ങനെ എടുക്കണ പരിപാടി ഒന്നും ഇല്ല ഇവിടെ. ഇത് അങ്ങനത്തെ വലിയ സംഭവം ഒന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണ പോലെ ഉള്ള ഒരു ഫ്രണ്ട്സ് സർക്കിൾ, അതാണ് ഞങ്ങളുടെ സംഭവം. അപ്പൊ ഇതിന്റെ അകത്തോട്ട് ഇങ്ങനെ വരുമ്പോ നമുക്ക് വൈബ്, ഒന്നാമത്തെ കാര്യം, ഏറ്റവും ബേസിക് കാര്യം, നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടോ, നിങ്ങൾ ഗെയിം കളിക്കോ, നിങ്ങൾ ഗെയിമർ ആണോ, നിങ്ങൾ പാട്ട് പാടോ, നിങ്ങൾ ഡാൻസ് കളിക്കോ, തിന്നോ, ബാക്കി ഞാൻ പറഞ്ഞില്ല, അതൊന്നും അല്ല ഇവിടുത്തെ മെയിൻ വിഷയം. നമുക്ക് സംസാരിക്കുമ്പോൾ വൈബ് സെറ്റ് ആവണം, നമ്മുടെ മെന്റാലിറ്റി സാധനമായിട്ട് കണക്ട് ആവണം. അതുണ്ടായാൽ തന്നെ നമ്മളെ എന്താ പറയാ, അതെല്ലാവർക്കും എങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫ്രണ്ട്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത്, ഓ അവന്റെ എന്റെ മൈൻഡ് ഒരേപോലെ നമ്മൾ പറയില്ലേ, അതുപോലെ നമ്മൾ കണക്ട് ആയ ഓക്കെയാണ്. അപ്പൊ അതാണ് ഞങ്ങൾക്ക് വേണ്ട ആദ്യത്തെ സാധനം. പക്ഷെ അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പൊ ഞങ്ങള് ഇപ്പൊ അങ്ങനെയുള്ള ഒരാൾ വന്ന് എന്നെ ക്രൂവിൽ എടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രൂ രണ്ടാമത് വരുന്ന സാധന. ക്രൂ ഞങ്ങൾ യൂട്യൂബ് ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു ക്രൂ എന്നുള്ള ഒരു സംഭവം നമ്മൾ ഇതായിട്ട് നിൽക്കുന്നത്. ഇനിയിപ്പോ ഞങ്ങൾ എല്ലാവരും യൂട്യൂബ് നിർത്തിയാലും ഞങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാവും. അതെ. മനസ്സിലായോ? ഞങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാവും, ഒരു മാറ്റം ഉണ്ടാവില്ല. ഇപ്പൊ ക്രൂ സൈഡിലോട്ട് വരുമ്പോഴാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത്. അവിടെ നമുക്ക് വരണ മാനദണ്ഡം എന്ന് പറയുന്നത് വർക്ക് ചെയ്യാനുള്ള ഇത്. Yes. സിജയുടെ കാര്യത്തിൽ പറയുകയാണെന്നുവെച്ചെങ്കിൽ, സിജെ ഇപ്പോഴാണ് 50K. സിജെ കുറേ നാളുകൊണ്ട് കൂടിയിട്ട് നമ്മളെ കൊണ്ട് പറ്റണ മാക്സിമം പറഞ്ഞിട്ട് ഇപ്പൊ സിജെ 50K അടിച്ച്. ഈ വീഡിയോ വരുന്നതിന് മുമ്പ് വരുമ്പോഴത്തേക്കും സിജെ 50K അടിച്ചിട്ടുണ്ടാവും. ഇല്ല സിജെ? അടിച്ചിട്ടുണ്ട്. സിജെ 50K അടിച്ചിട്ടുണ്ട്. അത് സിജയുടെ എത്ര നാളത്തെ സ്ട്രഗിൾ. അതിന്റെ ഇടയ്ക്ക് സിജെ ബ്രേക്ക് എടുത്തായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടാണ് ചെയ്യണത്. അത് വേണമെങ്കിൽ പിന്നെയും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ട് പോവായിരുന്നു. പക്ഷെ സിജെ അത് ചെയ്തിട്ടില്ല. സോ അതൊരു ക്വാളിറ്റിയാണ്. മനസ്സിലായോ? അതൊരു ക്വാളിറ്റി. അത് പകുതി വഴിക്ക് ഉപേക്ഷിക്കാണ്ട് ഇതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളും മാക്സിമം സപ്പോർട്ട് ചെയ്യും. അതൊക്കെയാണ് പിന്നീട് വരുന്നത്. ഹാർഡ് വർക്ക് ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യണ മോഡിങ്, മറ്റേ മെയിൻ ഫാം സിമുലേറ്ററും സാധനങ്ങളൊക്കെയാണ് വെച്ചെങ്കിലും, അതല്ല മോഡ് ഡിപ്പാർട്ട്മെന്റ് എന്താണെങ്കിലും, ഈവൺ ഒരു ബർത്ത്ഡേ മൈൻക്രാഫ്റ്റിൽ ആഘോഷിക്കണമെങ്കിൽ വരെ സിജെ ഫ്രണ്ടിൽ ഉണ്ടാവും. സോ ആ സൈഡിൽ നിന്ന് സിജയുടെ എബിലിറ്റീസ് ഒരുപാടുണ്ട്. പൊട്ടൻഷ്യൽ ഭയങ്കരമാണ്. വർക്ക് ചെയ്യുകയും ചെയ്യും. അതും സിജയുടെ ഭയങ്കര ഇതാണ്. സിജെ ആയിരിക്കും എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വേറെ വേറെ വെറൈറ്റി സാധനങ്ങൾ ഞങ്ങൾ ചെയ്യാത്ത. ഗെയിം പറയുമ്പോൾ ഒരു വെച്ച് കളിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങള് അവന്റെ ഷോ ആയതുകൊണ്ട് പൊക്കി പറയണമെന്നല്ല കേട്ടാ, ഒക്കെ കട്ട് ചെയ്തിട്ട് വിവരം അറിയും. പൊക്കി പറയണല്ല. പക്ഷെ സിജയുടെ ഒരു ഇതില് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു ക്വാളിറ്റി സിജെക്ക് ഉണ്ട്. സൈഡൊക്കെ നല്ല അടിപൊളിയായിട്ട്. ഇപ്പൊ ഫാമിംഗ് സിമുലേറ്റർ മോഡേൺ എടുത്തു കഴിഞ്ഞാൽ യൂഷ്വലി ഒരു മോഡ് തരുന്നത് എടുത്തിട്ട് അങ്ങനെ ചെയ്യാൻ എല്ലാവർക്കും പറ്റും. എല്ലാവരും കളിക്കുന്ന ഒരു മോഡ് എടുത്തിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ആ മോഡിന്റെ അകത്ത് മാറ്റിയിട്ട് അതിനെ നമ്മുടെ ഇഷ്ടത്തിന് പിന്നെ മാറ്റി പണിത് അത്രയും മെനക്കെട്ടിട്ട്, ഇതിപ്പോ ലോകത്ത് സിജെ മാത്രമാണ് ചെയ്യണതെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ അതിന് ഇരിക്കണം, മെനക്കെട്ടിരിക്കണം. എങ്ങനെയാണ് അങ്ങനെ ഇരുന്ന് അറിയാത്ത കാര്യങ്ങൾ പഠിച്ചവൻ ചെയ്യും. അതിനൊരു മൈൻഡ് ഉണ്ട്. അതാണ്. സോ അങ്ങനെ അത്തരം കഴിവുകളും നല്ല പൊട്ടൻഷ്യലും പിന്നെ ഒരു പയ്യൻ ഇപ്പോഴും സിജയുടെ ചങ്സാരാന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് ഞങ്ങൾ തന്നെയാണ് അത്. ഞാനും നമ്മളെ പിള്ളേരും തന്നെയാണ് അത്. അപ്പൊ അതങ്ങനെ പറയൂ, അങ്ങനെ വരൂ. അപ്പൊ അതൊക്കെയാണ് മെയിൻ ഒരു കാര്യം. ഈ ഫ്രീ ആയിട്ട് തന്നെ ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല. പറയുമ്പോൾ ഭയങ്കര വേറെ യൂട്യൂബേഴ്സ് അല്ലേ നിങ്ങൾ ഇതിൽ കാണുമ്പോൾ അവര് ചിലപ്പോൾ കുറച്ചുകൂടി ഒഫീഷ്യലൊക്കെ ആയിട്ട് സിജയോട് സംസാരിക്കും. ഞാൻ ഇന്ന് ഇവനോടെ കാണുന്നതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞത്, ഞാൻ ഇതിൽ ഗസ്റ്റ് ആയിട്ടൊക്കെ വരേണ്ട കാര്യമുണ്ടോ, ഇന്ന അറിയണവരുണ്ടാവും ഞാൻ പറഞ്ഞത് അവനോട്. ഇല്ലേ സിജെ? അതെ, ഞാൻ ആദ്യം വിളിച്ചപ്പോ ഒഫീഷ്യലായിട്ടാ പറയുന്നതൊക്കെ പറഞ്ഞിട്ടാ വിളിച്ചേ. നീ എന്നോട് എന്റെ അടുത്ത് ഇതൊക്കെ ചോദിക്കണം, നീ ബാക്കിയുള്ളവരായിട്ട് ചെയ്തോ, ഇതിന്റെ ആവശ്യം നമ്മൾ എന്നും അറിയണമെന്ന് ചോദിച്ചതാണ് ഞാൻ. അത്രേ ഉള്ളൂ നമുക്ക്. അങ്ങനെയാണ് ഞങ്ങൾ ക്രൂ ആയതും ഇതില് കേറിയതൊക്കെ. അതൊക്കെ ഒരു ആക്സിഡന്റിലായിരുന്നു എല്ലാരും. ആക്സിഡന്റിൽ അങ്ങനെ സംഭവിക്കണം. അങ്ങനെയാണ് സംഭവിക്കേണ്ടത്. നമുക്ക് തോന്നണം ഒരാളെ നമുക്ക് ഈ ആണോ ഓക്കെ ആണല്ലോ, നമുക്ക് അങ്ങ് പിടിച്ചാലാ, ചാക്കിട്ട് വല വീശിയങ്ങ് വീശിയാലാന്ന് തോന്നി കഴിഞ്ഞാൽ ലാസ്റ്റ് അങ്ങനെ വല വീശിയാണ് ഷഹലിനെയാണ് ലാസ്റ്റ് വല വീശി പിടിക്കുന്നത് ഞങ്ങള്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് ഇത്രയും കൂടി ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് തോന്നി. അധികം ആരും ചോദിച്ച് കണ്ടിട്ടില്ല. ഗെയിംസ് പർച്ചേസ് ചെയ്യാൻ 1 മന്ത് എത്ര രൂപ പൊട്ടിച്ചു ഓർ പൊട്ടിക്കും? പൊട്ടിക്കും എന്നുള്ളത് ഞാൻ ചേർത്തതാ.
ആവറേജ്. ഗെയിംസ് പർച്ചേസ് ചെയ്യാൻ അങ്ങനെ ഒരു ബഡ്ജറ്റ് ഇട്ടിട്ടില്ല. ഓക്കെ. പണ്ട് ആയിരുന്നെങ്കിൽ ഇപ്പൊ ഒരു മാസം 2 ഗെയിം ഇറങ്ങുമ്പോൾ, അതായത് ശരിക്ക് പറഞ്ഞ പ്ലേ സ്റ്റേഷൻ വാങ്ങിച്ച സമയത്ത് ഗെയിംസ് പർച്ചേസ് ചെയ്യുമ്പോൾ പ്ലേ സ്റ്റേഷന്റെ സ്റ്റാൻഡേർഡ് റേറ്റ് ഗെയിമിന് 4500. ഉം. അത് സോണിയുടെ ഫസ്റ്റ് പാർട്ടി ഗെയിം ആണെങ്കിൽ 5000 മസ്റ്റാ. അപ്പൊ ആ ഒരു ഗെയിം ഏതാ ഇറങ്ങണ വെച്ചാൽ അതെന്തായാലും നമുക്ക് ചാനലിൽ മേടിച്ച് കളിക്കണമെങ്കിൽ ഇനി ട്രേഡ് സീക്രട്ട് ആണ് കേട്ടോ നിങ്ങളോട് പറയാൻ പോണത്. ഇരിക്കട്ടെ, CJക്ക് എക്സ്ക്ലൂസീവ്. യെസ്. അപ്പൊ നമ്മള് എല്ലാ ഗെയിമും ആക്ച്വലി ഇപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്യാറില്ല. ഓക്കെ. നമുക്ക് സോഴ്സസ് ഉണ്ട്. നമ്മള് വേറെ വഴി കൂടെ എന്താ പറയാ, നമുക്ക് ഗെയിം റെന്റിന് കിട്ടുന്ന പരിപാടിയുണ്ട്. ഉം. അതിപ്പോ പോപ്പുലർ ആയിട്ടുള്ളതുണ്ട്, അല്ലാത്തതും ഉണ്ട്. റെന്റിന് കിട്ടുന്ന ഒരുപാട് സ്കീം ഉണ്ട്. നമ്മളിപ്പോ ഒരാഴ്ചക്കുള്ളിൽ കളിച്ചൊക്കെ തീർത്താൽ മതി. അപ്പൊ ബേസിക്കലി 5000 രൂപയുടെ ഗെയിം 250 രൂപക്കൊക്കെ നമുക്ക് കളിക്കാൻ കിട്ടും. നമ്മൾ വീഡിയോ ഇട്ടാൽ മതി. കയ്യിൽ വേണം, എന്റെ കളക്ഷനിൽ വേണം എന്ന് തോന്നണത് മാത്രമേ ഞാൻ മേടിക്കാറുള്ളൂ ഗെയിം. അതെ. PS-ലായിരുന്ന സമയത്ത് PS-ൽ പിന്നെ റെന്റ് ആണെച്ചെങ്കിലും മിനിമം 1000 1500 ഒക്കെ ഞാൻ റെന്റ് കൊടുത്തിട്ടാണ് ഗെയിംസ് കളിച്ചായിരുന്നത്. പക്ഷെ എനിക്ക് വേണമെന്നുള്ളത് ഞാൻ മേടിച്ചിട്ടുണ്ട്. പ്രീ ഓർഡർ ചെയ്ത് ലാസ്റ്റ് PS-ൽ മേടിച്ച ഗെയിം എനിക്ക് തോന്നുന്നു ബ്ലാക്ക് മിത്ത് വുക്കോങ് ആയിരിക്കും. അതിനുശേഷം PC-ൽ ഗെയിംസ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഗെയിം പാസിൽ ഈ ലാസ്റ്റ് ഇന്ത്യാന ജോൺസ് വന്ന സാധനം ഗെയിം പാസിൽ ഉണ്ടായിരുന്നു. അതിന് പുറമെ നമുക്ക് യൂട്യൂബ് കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് സോറി, ഇന്ത്യാന ജോൺസ് ഗെയിം പാസ് എന്നല്ല, ഇന്ത്യാന ജോൺസ് ഇതുപോലെ ഡെവലപ്പേഴ്സിന്റെ സൈഡിൽ നിന്ന് നമുക്ക് കീ കിട്ടണതാണ്. ഞങ്ങൾ കളിച്ച പാർട്ടി അനിമൽസ് നമുക്ക് കീ കിട്ടിയതാണ് അല്ലെ CJ? യെസ്. കീ കിട്ടിയത് ഒരു 8 കീ അവര് തന്നായിരുന്നു. 8 പേർക്ക് കളിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അത് 8 നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമ്മുടെ ഇതിൽ തന്നെ എല്ലാവർക്കും കൊടുത്ത്. അപ്പോ ശരിക്കും സത്യം പറഞ്ഞാൽ ഗെയിമിന് പൈസ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കുറവാണ്. നമുക്ക് എല്ലാ ഗെയിമും കളിക്കാൻ പറ്റുന്നുണ്ട്. തീരെ ഒരു നിവൃത്തിയില്ല, അല്ലെങ്കിൽ പ്രൊമോഷണൽ ആയിട്ടൊന്നും വരുന്നില്ലെങ്കിൽ മാത്രമേ നമ്മൾ മേടിക്കേണ്ടുള്ളൂ. അങ്ങനെ മേടിക്കുകയാണെങ്കിൽ ഇപ്പൊ ഞങ്ങൾ സ്റ്റീം ലൈബ്രറി ഷെയർ ചെയ്യുന്നുണ്ട്. യെസ്. അപ്പൊ ഞങ്ങൾ ഷെയർ ഇട്ട് വാങ്ങും. ഒരാൾ അല്ലെങ്കിൽ ഇനിയിപ്പോ ഒരാളെ വാങ്ങിയുള്ളൂ വെച്ചെങ്കിലും അത് ബാക്കി 4 ആൾക്ക് കളിക്കാനും പറ്റും. യെസ്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. അതുകൊണ്ട് ഭയങ്കര പൈസയൊന്നും പൊട്ടാറില്ല. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഇപ്പൊ PC എടുത്തത് പിന്നെ കുറവാ. അപ്പൊ പൈസ ഇപ്പൊ പ്ലേ സ്റ്റേഷനിൽ 5000 രൂപ വരുന്ന ഗെയിം PC-ൽ 3000 വരുള്ളൂ. ഉം. പക്ഷെ എന്നാലും അങ്ങനെ നമുക്ക് ചെയ്യേണ്ട വന്നിട്ടില്ല. അപ്പൊ യെസ്. മാക്സിമം പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ സ്റ്റീം വിന്റർ സെയിൽ നടന്ന് ജനുവരി 2 വരെയാണ് സെയിൽ ഉണ്ടായിരുന്നത്. അതിന്റെ അകത്ത് ഞങ്ങൾ ഒരു 1500 രൂപയാണ് ലേറ്റസ്റ്റ് ഇപ്പൊ ഗെയിമിന് പൊട്ടിച്ചത്. 5-6 ഗെയിമിനല്ലേ CJ അതെ. 1500 രൂപ പൊട്ടിച്ചിട്ടുണ്ട്. പൊട്ടിച്ചത്. അത് ചെറിയ ചെറിയ ഗെയിംസാ. അപ്പൊ മന്ത്ലി ഇപ്പൊ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. ഒരു നല്ല ഗെയിം വന്നാൽ അത് മാത്രമേ നമ്മൾ മേടിക്കുള്ളൂ. അപ്പൊ ഇനിയൊരു ബാക്കി നമ്മൾ റെന്റ് എടുത്ത് കളിക്കും. സീരീസ് ഓഫ് ഗെയിംസ് വരുന്നുണ്ടെന്നാണ് അവിടെ നമ്മൾ ഉദ്ദേശിച്ചത് കേട്ടോ. അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സാധനങ്ങളൊക്കെ ഉണ്ട്. അതെ. ഓക്കെ. ഈ വീഡിയോ എപ്പോഴാ വരിക? ഈ വീഡിയോ അടുത്ത ആഴ്ചക്ക് വരുവാണ്. ഓക്കെ. അപ്പൊ അതൊക്കെ അറിയില്ല. അപ്പൊ അതിന് മുമ്പ് ചിലപ്പോ ആ വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടാവും. വീഡിയോസ് വന്നു തുടങ്ങിയിട്ടുണ്ടാവും. വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. ഉണ്ടാവും. ഓക്കെ. അപ്പം നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഈ ഒരു ക്വസ്റ്റ്യനും ഇതിന്റെ അടുത്തൊരു ക്വസ്റ്റ്യനും എനിക്ക് രണ്ടും കൂടി ക്ലബ് ചെയ്ത് ചോദിക്കാനാണ് വളരെ താല്പര്യം. കാരണം ഓക്കെ. രണ്ടിന്റെയും ആൻസർ ഏകദേശം സെയിം ആയിട്ട് വരും. രണ്ടും കൂടി കവർ ചെയ്യാൻ പറ്റും. ചോദിച്ചേക്കുന്നത് മൃഹാൽ പി ആൻഡ് മിസ്റ്റർ നൈറ്റ് എന്ന് പറയുന്ന 2 അക്കൗണ്ടിൽ നിന്നാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, മലയാളം കമ്മ്യൂണിറ്റിയെ കുറിച്ചുള്ള അഭിപ്രായം, എനി ഫ്യൂച്ചർ പ്ലാൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അണ്ണ നിങ്ങൾക്ക് കിട്ടുന്ന സപ്പോർട്ട് വളരെ കുറവല്ലേ? ഇപ്പോഴത്തെ പിള്ളേർക്ക് കുറച്ച് തെറി മതി, സത്യം അല്ലേ? ക്വസ്റ്റ്യൻ മാർക്ക്. ഞാൻ ഈ നേരത്തെ യങ് ജനറേഷനോട് ഒരു അഭിപ്രായം പറയാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളില്ലേ, ഈ വാല്യൂ, ഈ ഇമോഷൻ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളില്ലേ, അതിൽ ഈ ഒരു സാധനം ഇപ്പൊ ചോദിച്ചത് പെടും. ഇപ്പോഴത്തെ പിള്ളേർക്ക് കുറച്ച് തെറി മതി, കുറച്ച് ടോക്സിസിറ്റി മതി എന്ന് പറഞ്ഞൊരു സാധനം വരും. അതുകൊണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഷോർട്ട് കട്ടും അതാണ്. ഓക്കെ. ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ നാളെ വന്നിട്ട് തെറി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ പോവും. ഞാൻ തുറന്നു പറയാം, നിങ്ങളെല്ലാവരും പോവും. പിന്നെ ഇഷ്ടമുള്ളവരെല്ലാവരും പോവും. കാരണം നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ കാണാൻ വരുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ ആരെങ്കിലും വീഡിയോ കാണാൻ വരുന്ന നിങ്ങൾ അതല്ല എക്സ്പെക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഫുൾ 4Kയിലോ 8Kയിലോ അതായത് ഞങ്ങൾ ക്വാളിറ്റി ഇടാൻ ചെയ്ത് തിയേറ്ററിൽ ഇട്ടാലും നിങ്ങൾക്ക് ആളെ വിളിച്ച് കയറ്റാം. ചെറിയ സാധനങ്ങളോ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഏത് ഫാമിലി മെമ്പേഴ്സിൻ്റെ മുമ്പിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. ഞങ്ങളുടെ വീഡിയോസിൽ അങ്ങനത്തെ യാതൊരു ഇഷ്യൂസ് ഉണ്ടാവില്ല. ആ ഒരു രീതിയിലുള്ള ഒരു അപ്രോച്ച് ഞങ്ങൾ ആരും ചെയ്യണില്ല. അപ്പോൾ ആ ഒരു എന്താ പറയുക, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്കുണ്ടില്ല എന്ന് പറയില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കിട്ടണ ആ ചോദ്യമാണ് നേരത്തെ ഇപ്പൊ ചോദിച്ചതെന്ന് പറഞ്ഞത്. രണ്ടാമത് ചോദിച്ചത് രണ്ടാമത്തെ ചോദ്യം. സപ്പോർട്ട് വളരെ കുറവാണ് എന്ന് പറഞ്ഞത്.
മറ്റവർക്ക് സപ്പോർട്ട് കിട്ടണത് ഞാനൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് തിരിച്ച്. ഈ ഷോന്റെ ചരിത്രം ഞാൻ ആദ്യം തന്നെ അത് ചോദിച്ച പുള്ളിയോട്. അവർക്ക് അത് സപ്പോർട്ടാണോ? അവർക്ക് കിട്ടണത് സപ്പോർട്ടാണോ? എന്ത് സപ്പോർട്ടാണ് അവർക്ക് കിട്ടണത്? ഒരു ഞാൻ 1, 2 നെഗറ്റീവ് സംഭവങ്ങൾ സപ്പോർട്ട്. ഞാൻ 1, 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് മറക്കാത്ത ഒരു സംഭവമൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത് കാരണം ഉണ്ടായത്. ഓക്കെ. അപ്പൊ അവർക്ക് കിട്ടണ സപ്പോർട്ടും എന്റേതും വെച്ച് നമ്മള് കമ്പയർ ചെയ്യുമ്പോ എനിക്ക് ഉറപ്പാണ് 150% നിന്നോട് ഞാൻ യോജിക്കുന്നു. എനിക്ക് കിട്ടുന്ന സപ്പോർട്ട് കുറവാന്നുള്ളത്. പക്ഷെ അവരെ എന്ത് ചെയ്യണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു സ്ട്രീമറിനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് യൂസ് ചെയ്തുകൊണ്ട് അവരെ ട്രിഗർ ചെയ്തുകൊണ്ട് അവരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുക. അത് വെട്ടാനും കാണാനും ഒക്കെ ആൾക്കാരുണ്ടാവും. അവര് ചിലപ്പോ അവരുടെ നേച്ചർ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. അത് അവരുടെ ഇഷ്ടമാണ് ട്ടോ. ഇല്ലാന്നൊന്നും നമ്മള് പറയൂല. ഇതിന്റെ പക്ഷെ ഇടയ്ക്ക് എനിക്കൊന്ന് ഇന്റർഫിയർ ചെയ്യാനുണ്ട്. വി ആർ നോട്ട് ഉം. ടാർഗറ്റിംഗ് എനിവൺ. വി ആർ അല്ല ജനറലൈസിംഗ് എ ഞാൻ ഷോ. പറഞ്ഞൂലല്ലോ. ജനറലൈസ് ചെയ്ത് പറഞ്ഞതാണ്. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോ യൂട്യൂബ്ന്നല്ല എന്ത് വ്ളോഗിലാണെങ്കിലും എന്ത് കാറ്റഗറിയിലാണെച്ചെങ്കിലും ഇനി അതൊന്നും ചെയ്യാത്ത ഒരാൾ വെറുതെ ഒരു എന്തെങ്കിലും ഒന്ന് തെറി പറഞ്ഞ് അല്ലെങ്കിൽ അടി ഉണ്ടാക്കി ഒരു വീഡിയോ ചിലപ്പോൾ നാളെ വൈറലാവും. അത് പൊതുവേ നമ്മുടെ ആൾക്കാർക്കുള്ള ഒരു സംഭവം നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നത് എന്താ പ്രശ്നം എന്നറിയാൻ ഭയങ്കര ത്വരയാണ് നമുക്ക് അല്ലേ? അതെ, അപ്പുറത്തെ വീട്ടിലേക്ക് ഒളിഞ്ഞു നമുക്കാണെങ്കിലും നോക്കാനായിട്ടാണ് മലയാളികൾക്ക് ഞാ താല്പര്യമുള്ളത്. താല്പര്യം. ഇപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നത്തിന്റെ വീഡിയോ കണ്ടു. ഈ പറഞ്ഞ വീഡിയോ സീജെ കാണാറുണ്ട്. ഞാൻ കാണാറുണ്ടില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ ഞാൻ സ്ഥിരം ഇതിന് വേണ്ടി ഞാൻ പോണ ആളല്ല ട്ടോ. ഇങ്ങനെ പ്രശ്നങ്ങൾ അതെന്താ സംഭവം ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ എന്തെങ്കിലും കാണുമ്പോ ഒക്കെ അത്. പക്ഷെ നമ്മളതാ ഞാൻ പറഞ്ഞത്. അത് അവരുടെ ഇഷ്ടമാണ്. അത് കാണാൻ വരുന്ന ഓഡിയൻസിനെ അവര് നിർബന്ധിക്കുന്നില്ല. ഓഡിയൻസ് അത് കാണുന്നത് അത് കാണുന്നു, അതാക്കുന്നു. അവരത് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. അവരതീന്ന് വല്ലതും പഠിക്കുന്നുണ്ടെങ്കിൽ അത് അവര് പഠിക്കുന്നുണ്ട്. അതും അവരുടെ ഇഷ്ടമാണ്. പക്ഷെ യെസ്. സപ്പോർട്ട് അങ്ങനെ നെഗറ്റീവ് കാര്യങ്ങൾക്ക് കൂടുതൽ കിട്ടുക എന്നുള്ളത് ലോകത്തിലെ ലോക നിയമമാണ് അത്. അത് നാച്ചുറൽ ആണത്. യെസ്. അത് മനുഷ്യന്റെ ഒരു നേച്ചർ അങ്ങനെയാണ്. അതുകൊണ്ട് അത് അങ്ങനെ വരും. നല്ലത് എന്ന് പറയിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ഇനിയിപ്പോ ഒരാൾ കഷ്ടപ്പെട്ട് നല്ലതെന്ന് പറയിപ്പിച്ചു. നമ്മൾ എവിടെയെങ്കിലും ഒന്ന് തെറി പറഞ്ഞാൽ അയാൾ അന്ന് ലോകം അടക്കാവും. മനസ്സിലായോ? സത്യം. നമ്മുടെ കയ്യിന്ന് പോയി നിൽക്കണ നിമിഷത്തിൽ എന്തെങ്കിലും കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതോടുകൂടെ തീരും. അതാണ് സത്യം. എക്സാക്ട്ലി. അപ്പൊ മലയാളം ഗെയിമിംഗ് കമ്മ്യൂണിറ്റി നെ കുറിച്ചിട്ട് പിന്നെ അഭിപ്രായം ചോദിച്ചായിരുന്നു. എനിക്ക് ആക്ച്വലി നല്ല അഭിപ്രായമാണ് ഉള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, മലയാളം ഗെയിമിങ്ങില് ഒരുപാട് പുതിയ ചാനൽസ് വന്നു. യെസ്. ഓക്കെ. ഒരുപാട് ചാനൽസ് വന്ന് കുറെ പിള്ളേര് യൂട്യൂബിലേക്ക് വരുന്നുണ്ട്. അതില് ഞാൻ നോട്ടീസ് ചെയ്തിടത്തോളം പുതിയ വന്ന ആൾക്കാർക്ക് നല്ലപോലെ കേറി പോവാനും പറ്റുന്നുണ്ട് യൂട്യൂബില്. യെസ്. അതിന്റെ ഒരു അൽഗോരിതം ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി പുതിയ വരുന്ന ആൾക്കാരെയും ഇതാക്കുന്നുണ്ട്. യൂട്യൂബിന്റെ സൈഡിൽ നിന്ന് യൂട്യൂബ് മാക്സിമം സപ്പോർട്ട് നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. യൂട്യൂബിന് ഇങ്ങനെ പാർട്ട്ണർ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയൊക്കെ ഉണ്ട്. യൂട്യൂബിന്റെ സ്റ്റാഫായിട്ട് നമുക്ക് വൺ 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 വി വൺ എന്ത് വൺ വൺ ഓൺ വൺ. ഈസ്റ്റ് വൺ നമുക്ക് വൺ വൺ ഓൺ ഓൺ വൺ വൺ. നമുക്ക് ഗൂഗിൾ മീറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ ചാനൽ വളർത്താനൊക്കെ അവര് നമുക്കൊരു ഒരാളെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് തരും. കോച്ച് പോലെ. അത്രയും യൂട്യൂബ് ആ ഒരു യൂട്യൂബ് ചെയ്യണത് എന്തിനാ? നമ്മൾക്ക് യൂട്യൂബിൽ നമ്മളെ ജോലിയായിട്ട് ചെയ്യണു എന്നുള്ളത് ഇപ്പൊ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാ. അപ്പൊ മലയാളം ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ കുറെ ആൾക്കാർ വരുമ്പോ ഗെയിമിംഗ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി എന്നുള്ളത് ഇപ്പൊ ഞാൻ പറഞ്ഞു തരാണ്ട് തന്നെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഡെഫിനിറ്റ്ലി അതറിയാം. ഉം. സിനിമേനേക്കാളും മുകളിൽ നിൽക്കണതോ ഹോളിവുഡ് എടുത്താൽ പോലും അതിന്റെ മുകളിൽ നിൽക്കണതാണ് ഗെയിമിംഗ്. അപ്പൊ അത് ആ ശരിയാണ്. ഗെയിമിങ്ങിന്റെ ഇതിലേക്ക് ഒരു ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളത്. ഇപ്പൊ മലയാള സിനിമ ഇപ്പൊ ഭയങ്കര ചർച്ചാ വിഷയമല്ലേ? യെസ്. ഞാൻ പറയണു മലയാളത്തിലെ ഗെയിമിങ്ങും അല്ലെങ്കിൽ മലയാളത്തില് ഗെയിമിംഗ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിക്ക് ഇപ്പോഴും അങ്ങനെ വലിയ രീതിയിലൊന്നും ഒരു എക്സ്പോഷർ എന്ന് പറഞ്ഞാ ആയി വരുന്നുള്ളൂ. ഓക്കെ. ഒരു അതെ. അവാർഡ് നടക്കുമ്പോ അല്ലെങ്കിൽ ഗെയിമിംഗ് കാറ്റഗറിയിലുള്ളവരെ പരിഗണിക്കുക അല്ലെങ്കിൽ അങ്ങനെ അത് ഗെയിമല്ലേ അതറിയാവുന്നവർ കുറവായിരിക്കും എന്നുള്ളൊരു ഇതാണ്. അതാണ് നമ്മുടെ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് അതാ. വൺസ് ഈ ഗെയിമിംഗ് ഒന്ന് ഹിറ്റായി അല്ലെങ്കിൽ ഗെയിം കളിക്കുന്നവർക്ക് ഭയങ്കര ഇതുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലോട്ട് വരും. ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങക്ക് ഇപ്പൊ ഒരു സിനിമ ഇറങ്ങുമ്പോ കൊറേ റീൽസ് ഒക്കെ നമ്മള് കാണണതാണ്. കൊറേ ആൾക്കാര് വൈൻസ് കാണണതാണ്. ഇവരൊക്കെ ആയിട്ട് ഫിലിം സ്റ്റാർസ് പോയി കൊളാബ് ചെയ്യണത് നിങ്ങള് കണ്ടിട്ടുണ്ടോ? സീരിയ കണ്ടിട്ടുണ്ടാവൂല്ലേ? ഒരു ഉവ്വ ഉവ്വ. സിനിമ ഇറങ്ങാൻ പോകുമ്പോ അതുമായി റിലേറ്റ് ചെയ്തിട്ട് അവരൊരു വൈൻ ഉണ്ടാക്കും. ഒരു റീൽ ഉണ്ടാക്കും. അപ്പൊ അവർക്കത് പ്രൊമോഷന്റെ അവരുടെ അടുത്ത് പണ്ട് സിനിമക്കാരങ്ങനെ പോയിരുന്നാ? ആരെങ്കിലും അടുത്തേക്ക്? പോയിട്ടില്ല. ഇല്ലല്ലോ. പക്ഷെ ഇവര് ക്ലിക്കായിന്ന് കണ്ടപ്പോ അവര് വന്നത് കണ്ടോ? യെസ്. മാർക്കറ്റ് എവിടെണ്ട് അവിടേക്ക് ആൾക്കാര് വരും. അതുപോലെ ഇവര് ഗെയിമിങ്ങിന്റെ ആൾക്കാര് വരുമ്പഴും ഇതില് വരും. ഗെയിം ഉം. റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണെങ്കിലാണ് ഇപ്പൊ അവര് വരുള്ളൂ. പക്ഷെ അതല്ലാണ്ട് ഈ ഒരു ഗെയിമറിലൂടെ അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയെന്ന് കഴിഞ്ഞാൽ അത് വരും. നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യത്തിനും അങ്ങനെയാണ്. ഉം. സാധനത്തിന് ഡിമാൻഡ് ഉണ്ടോ? അത് പൊട്ടയായാലും ശരി, നല്ലതാണെങ്കിലും ശരി, അത് ഉപയോഗിക്കാനും ഇവിടെ ആൾക്കാരുണ്ട്. യെസ്. അപ്പോ നമ്മുടെ കമ്മ്യൂണിറ്റി ഗെയിമിംഗ് എന്നുള്ളത് എന്നിട്ട് നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു മാറ്റി നിർത്തപ്പെടുന്ന രീതിയില് നമുക്ക് ഫീൽ ചെയ്യുമ്പോ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മളതിൽ വിഷമിച്ചിട്ട് കാര്യമില്ല. നമ്മളവിടെ ഉള്ളവർക്ക് അറിഞ്ഞൂടാ. പക്ഷെ അറിഞ്ഞാ പവറാവും. സോ ഇപ്പൊ അറിഞ്ഞു വരുന്നുണ്ട്.
ആ ഒരു കാര്യത്തിൽ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയുടെ കാര്യത്തിൽ ഭയങ്കര പ്രൗഡാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവായിട്ടല്ലാണ്ട് ഇത് കിട്ടുകയാണെങ്കിലാണ് വളരെ നല്ലത്. അതാ ഞാൻ പറഞ്ഞത്. എനിക്ക് ഇപ്പൊ പണ്ട് നമ്മൾ ഇറ്റ് ടേക്സ് ടു ചെയ്ത കാലത്ത് ഞാനും ഉണ്ണിയേട്ടനും കൂടിയാണ് ഇറ്റ് ടേക്സ് ടു ചെയ്തത്. ഉം. ഇപ്പളും ഞാൻ മുന്നേയും പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പളും പറയും. അത് ഒരു അമ്മ കമന്റ് ചെയ്തതാണ്. ഞാനും എന്റെ എത്ര 6ലോ 4ലോ പഠിക്കണ മോളും കൂടിയാണ് ഇത് കാണാറ്. നല്ല രസണ്ട് വീഡിയോസ് എല്ലാം അടിപൊളിയാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമന്റ് വന്ന്. ഏഹ്, അങ്ങനെ കേൾക്കാൻ പറ്റുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യാ. മനസ്സിലായോ? അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ട്. അതാണ് നമ്മള് സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മള് ഒരാള് അത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് പറയുമ്പോ അതിന് ഒരുപാട് വാല്യൂ ഉണ്ട്. യെസ്. ഓക്കെ. സത്യം. അത് നെഗറ്റീവ് സപ്പോർട്ട്ന്ന് നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാ ഞാൻ ചോദിച്ചത് നെഗറ്റീവ് സപ്പോർട്ട് കിട്ടുന്നത് ഒരു സപ്പോർട്ടാണോ? എന്താണ് പേഴ്സണലി നിങ്ങൾക്ക് നിങ്ങൾ അച്ചീവ് എനിക്ക് ഒരാളോട് ഇന്ന അടുത്ത് അങ്ങനെ ഒന്ന് പറയുമ്പോ ഞാൻ ഐ ഫീൽ പ്രൗഡ്. കാരണം ഞാൻ ഒരു നമ്മളുടെ അടുത്ത് വന്ന് നമ്മൾ ചെയ്തൊരു കാര്യം ഇഷ്ടമായിട്ട് ഒരാൾ വന്ന് പറയാണ്. അതൊക്കെ പോട്ടെ നമ്മുടെ വീഡിയോസിന്റെ ഇടയില് അണ്ണന്റെ വീഡിയോ കാണുമ്പോൾ സന്തോഷമുണ്ട്. ഞാൻ ഭയങ്കര ഡെസ്പ് അടിച്ചിരിക്കുകയായിരുന്നു. മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയായിരുന്നു. കൃത്യം നിങ്ങളുടെ വീഡിയോ വന്നു അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ വീഡിയോസ് എടുത്ത് കാണാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മളവിടെ അവർക്കൊരു ഇതാവുമല്ലേ, സാന്ത്വനമാവുമല്ലേ. സത്യം. നമ്മളെക്കൊണ്ട് നമ്മളവർക്ക് റിലീഫ് ആവാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാല് അത് നമ്മളറിയാത്ത ഒരാൾക്ക്. അതെ. ഓക്കെ. നമ്മളറിയണോര് പോലും സ്നേഹം നടിച്ച് നമ്മളെ പിന്നീന്ന് കുത്തണ ഈ കാലത്ത് എക്സാക്ട്ലി. നമ്മളറിയാത്ത ആൾക്കാര് എത്രയോ സ്ക്രീനിന്റെ അപ്പുറത്ത് നിന്നിട്ട് നമ്മളെ സ്നേഹിക്കണ്. ഓക്കെ. അവരോടും നമുക്ക് തിരിച്ചും കാണിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാധനം അത് ജെന്യുനിറ്റിയാണ്. ഓഫ് കോഴ്സ് ഇതിന്റെ പിന്നിൽ യൂട്യൂബിൽ ഇടുന്നതിന് യൂട്യൂബ് വീഡിയോ ഇടുന്നോണ്ടാണ് ഞങ്ങൾ ജീവിക്കണത്. ഞങ്ങൾക്ക് അതിന്ന് പൈസ കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് അതിന്ന് എല്ലാ കാര്യങ്ങളുണ്ട്. ഒന്നും ഇല്ലാന്ന് നിഷേധിക്കണില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിട്ടും ഞങ്ങളെ ക്രൂവിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കിട്ടുന്നത് കുറവാണെച്ചെങ്കിലും ഒരിക്കലും ഞങ്ങൾ അതിന്റെ ഒരു ക്വാളിറ്റിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ ഒരു റീച്ചിന് വേണ്ടിയിട്ടോ എവിടെ ഒരു വീഴ്ച ഞങ്ങൾ വരുത്തിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കാരണം ഞങ്ങൾക്ക് അത്ര റവന്യൂ ഒന്നും ഇല്ല സത്യം പറഞ്ഞാൽ. അത്രയ്ക്ക് റീച്ചും ഇല്ല സത്യം പറഞ്ഞാൽ. പക്ഷെ നമുക്കുണ്ട്. ഗ്രാജുവലി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ പറയില്ലേ പെട്ടെന്നുള്ള സക്സസ് നല്ലതല്ല. അല്ല. നമുക്ക് പതുക്കെ മതിയെന്നേ. യെസ്. പതുക്കെ മതി. ഇരുന്നിട്ട് ഇതൊക്കെ കാല് പറയും നീട്ടാന്ന് പറയും നമ്മള്. മതി. അത് നിലനിൽക്കും. അതാണ് യെസ്. ഡിഫറൻസ്. അത് നിലനിൽക്കും. മറ്റത് വന്ന് കേറി ഗ്രാഫ് കുത്തനെ പോവും, താഴ്ന്ന് വീഴും. കഴിഞ്ഞു. അതെ. നമുക്കങ്ങനെ വേണ്ട. നമുക്കെല്ലാം ട്രൈ ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. ഓഡിയൻസ് ഇപ്പൊ നേരത്തെ മലയാളം കമ്മ്യൂണിറ്റിയുടെ കാര്യം ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത് യൂട്യൂബേഴ്സിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കുറെ പേര് വരുന്നുണ്ടെന്ന്. ഓഡിയൻസിന്റെ കാര്യത്തിൽ ഞാൻ പറയട്ടെ. കുറെ പേര് ഓഡിയൻസും മാറിയിട്ടുണ്ട്. നിങ്ങൾ ഓഡിയൻസും ഇപ്പോ പണ്ട് സ്ഥിരം ഒരു സാധനം മാത്രമേ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുള്ളൂ വെച്ചെങ്കിൽ ഇപ്പൊ നിങ്ങൾ പല ഗെയിംസിന് ചാൻസ് കൊടുക്കുന്നുണ്ട്. ഇനി ആവാനുണ്ട്. പക്ഷെ അതും ഞാൻ ഈ പറഞ്ഞ പോലെ അതൊന്നും ആരുടെയും തെറ്റല്ല. ഇവിടെ ആർക്കും ഇതൊന്നും അറിഞ്ഞൂടാ. ഒരു ഇപ്പൊ 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 ഈ 2025 ചാനൽ തുടങ്ങുന്ന ഒരു പയ്യന് ചിലപ്പോ ഈസി ആയിരിക്കും വളരെ കാര്യങ്ങള്. യെസ്. കാരണം ഇവിടെ ഉള്ളവർക്ക് ഇപ്പൊ ഒരുവിധം കാര്യങ്ങൾ അറിയാം. അറിയാം. ആരെയും ഒന്നും പഠിപ്പിക്കാനില്ല. നമുക്ക് വരുന്ന സ്ട്രഗിൾ ഇതൊക്കെ ഞങ്ങളാണ് നിങ്ങൾക്ക് വഴി റോഡ് പണിതിട്ട് തരുന്നത്. നിങ്ങൾ നേരെ കേറുകയും ചെയ്തോ. ഞങ്ങൾ ഇവിടെ ഓൾറെഡി പറഞ്ഞു ഒരു സംഭവം. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞങ്ങൾ മാത്രമല്ല കേട്ടോ. എല്ലാ ഇപ്പൊ നിലവിലുള്ള യൂട്യൂബേഴ്സും എല്ലാവരും ഒരു കാര്യം ഈ പറഞ്ഞ പോലെ ഒരു ഗെയിം കളിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയുന്നുണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്കുള്ള റോഡൊക്കെ പേവ് ചെയ്ത് അവിടെ ഇട്ട് തരിക. ഈസിയാണ് കാര്യങ്ങൾ. അപ്പൊ ആ ഒരു നിലക്ക് ഓഡിയൻസും കുറെയൊക്കെ മനസ്സിലാക്കി തുടങ്ങി ഗെയിമിംഗ് എന്താണ്. ഓ ഇത് വെറുതെ ഇങ്ങനെ കളിച്ചിരിക്കുന്ന ഒരു പരിപാടി അല്ലാണ്ട് ഇതിന്റെ അകത്ത് ഇപ്പൊ സ്റ്റോറി ഗെയിംസ് ആണെങ്കിൽ അങ്ങനെ, കോമ്പറ്റീറ്റീവ് ആണെങ്കിൽ അങ്ങനെ, ഈ സ്പോർട്സ് ആണെങ്കിൽ അങ്ങനെ. അപ്പൊ ഒക്കെ ഇതിന് ഡെവലപ്മെന്റ് വന്നോണ്ടിരിക്കുക. അതിപ്പോ കേരളത്തിൽ നിന്ന് ഈ സ്പോർട്സിന്റെ ഞാൻ പറയണില്ല ഒരു സാധനം വരാനുണ്ട്. മേജർ ഒരു അതെ. സംഭവം വരാനിരിക്കുന്നുണ്ട്. അതിപ്പോ യെസ്. ഇപ്പൊ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. യെസ്. അപ്പൊ അങ്ങനെ കുറെ നമുക്കറിയാലോ എന്തൊക്കെ ഇവിടെ ഇവന്റ് വരാൻ പോണ എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ളത്. അപ്പൊ അങ്ങനെ യെസ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എല്ലാവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. യൂട്യൂബേഴ്സിന് മാത്രമൊന്നുമല്ല, എല്ലാവർക്കും ഇതിന്റെ ഒരു പാർട്ട് ആവാൻ പറ്റും. അതെ. എല്ലാവർക്കും ഇതൊരു കരിയർ ആക്കാൻ പറ്റും. നാളെ അല്ലെങ്കിൽ ഇനി ഒരു 10 കൊല്ലം കഴിയുമ്പോഴത്തേനും നമ്മുടെ സ്കൂളുകളിലും വരും ഈ സ്പോർട്സ് സബ്ജക്റ്റ് ആയിട്ട്. ഇപ്പൊ നോർത്തിലും അവിടെയൊക്കെ ഉണ്ടല്ലോ ആ. ഡിഗ്രിക്ക് ഇതൊക്കെ അല്ലേ. എവിടെയൊക്കെ അതുപോലെ ഈ ഉണ്ടായിരുന്നു. ഈ നമുക്കും വരും പേടിക്കണ്ട. പിള്ളേർക്ക് പഠിക്കാൻ പോകുമ്പോ അവർക്കും വരും ഈ സാധനമൊക്കെ. അപ്പൊക്കെ വരട്ടെ. അപ്പോഴാണ് ആ ഓപ്പർച്യൂണിറ്റീസ് ഒരു ഇഷ്ടം വാല്യൂ പോലെയാണ്. വരുള്ളൂ. ഇഷ്ടം പോലെയാണ്. യെസ്. അപ്പൊ നമുക്ക് നമ്മളതൊക്കെ തുടങ്ങി വെച്ചിട്ട് 2 സംഭവിക്കാം. മേ ബി നമ്മള് അത്രക്ക് നമ്മള് ഡിസർവിംഗ് ആയിട്ടുള്ളത് ഇനിയും നമുക്ക് കിട്ടാതെ പോവാം. പക്ഷെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയില് നമ്മള് മുന്നോട്ട് പോകും. മുന്നോട്ട് പോകും. അത്ര തന്നെ. യെസ്. ഓക്കെ. ആൻഡ് വരുന്നേ. മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആൻഡ് ഇറ്റ്സ് ഇതോടുകൂടി ഫ്രം കഴിഞ്ഞാ? ആ ഇതോടുകൂടി നമ്മളുടെ ആ സെഗ്മെന്റ് കഴിഞ്ഞു. ആ അപ്പോ സെഗ്മെന്റേ കഴിയുള്ളൂ. അല്ല ആ സെഗ്മെന്റ് കഴിയും നമ്മുടെ. അപ്പം ഓക്കെ. അനന്തു 123 എന്ന അക്കൗണ്ടിൽ നിന്നാണ് നമുക്ക് ആ ഒരു ഇത് വന്നിരിക്കുന്നത്. നെഗറ്റീവ്സ് ആൻഡ് ചലഞ്ചസ് ഫേസ്ഡ് ഇൻ ദ യൂട്യൂബ് ജേർണി ആൻഡ് സം ടു ടിപ്സ് ഫോർ ദ അപ്കമിങ് യൂട്യൂബേഴ്സ്. അപ്കമിങ് യൂട്യൂബേഴ്സിനോട് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്,
ഷോർട്ട് കട്ട്സ് തപ്പാതിരിക്കുക. ഓക്കെ. ഹാർഡ് വർക്ക് നല്ലോണം ചെയ്യണം. കുറെ പേർക്ക് ക്ഷമയില്ല. അതാണ് ഞാൻ കണ്ടൊരു കാര്യം. ക്ഷമയുള്ളവരും കൂടെ ഉണ്ട് കേട്ടോ. പക്ഷെ പുതിയ വരുന്ന ആൾക്കാർക്ക് തീരെ ക്ഷമയില്ല. ആദ്യം തന്നെ ചെന്നിട്ട് നിങ്ങളൊരു യൂട്യൂബർ, ഇതെന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഒരു യൂട്യൂബറിന്റെ അടുത്ത് പോയിട്ട് സപ്പോർട്ട് ചോദിക്കരുത്. ഇങ്ങനെ ചാനൽ തുടങ്ങി ഒന്ന് 1K ആക്കാൻ ഹെൽപ്പ് ചെയ്യോ? ഒന്ന് ഒരു അല്ലെങ്കിൽ ഒരു 500, അതിപ്പോ 10 സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ. ചോദിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഒരു സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. സിജെ, ആ 50K അടിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ട് ലാസ്റ്റ് ലൈവില് നീ ഒരു 10 11 കുറഞ്ഞു എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടാ? കുറഞ്ഞു. കുറഞ്ഞു. അതെന്താ? അത് ഇതുപോലെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് അവർ ചെയ്യും. യൂട്യൂബിൽ ഒരു സബ്സ്ക്രിപ്ഷൻ വാലിഡ് ആയിട്ട് കണക്കാക്കാൻ മിനിമം 2 മിനിറ്റ് എങ്കിലും ആ ഒരു ചാനലിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലാണ് അത് വാലിഡ് ആയിട്ട് കണക്കാക്കുക. ഇല്ലെങ്കിൽ ആ നമ്പർ അപ്പം കയറും. കുറച്ച് നാൾ കഴിഞ്ഞാൽ ആ നമ്പർ അങ്ങ് ഇറങ്ങും. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇറങ്ങും. മൈനസ് ആവും. Yes. അപ്പൊ ആ സബ്സ്ക്രൈബർ പോവും. ഓ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മളെ ഇഷ്ടപ്പെടണം. നമ്മുടെ കണ്ടന്റ് ഇഷ്ടപ്പെടണം. നമ്മുടെ കണ്ടന്റ് ആദ്യം ഇഷ്ടപ്പെടണം. നമ്മൾ ചെയ്യുന്ന സാധനമാകുമ്പോൾ അത് കഴിഞ്ഞിട്ട് ആവണം അവർ നമ്മളെ ഇഷ്ടപ്പെടേണ്ടത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ സെറ്റാണ്. നമ്മൾ രണ്ടും ഇഷ്ടപ്പെടിക്കണം. നമ്മളെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും, അവർക്ക് പോവാം. പക്ഷെ നമ്മൾ അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് വരണം. അല്ലാണ്ട് ഷോർട്ട് കട്ടിൽ പോയി ഒരു കഴിഞ്ഞിട്ട് ചെവി പലർക്കും കൂടെ അറിയില്ല. കേട്ട് അതാ മറ്റേ പറഞ്ഞത്. ചെവി കൂടെ കളയാന്ന് പറയുന്ന സ്കീം ആവണം നമ്മൾ അല്ല, ഇഷ്ടമില്ലാത്തവരുടെ ഹാർഡ് അടുത്ത്. വർക്ക് ചെയ്യേണ്ട വരും. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ അങ്ങനെ സബ്സ്ക്രൈബർ കുറെ പേര് വിചാരിക്കും നമുക്ക് കുറച്ച് സബ്സ്ക്രൈബർ ആയ ഒരു 1K എങ്കിലും അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്നിട്ട് ചെയ്യാന്നുള്ളത്. പക്ഷെ അത് വെറും അത് നിങ്ങളെ നെഗറ്റീവായിട്ടേ ബാധിക്കുള്ളൂ. Yes. പലരും പറയുമ്പോൾ വിചാരിക്കും ഓ അവർക്ക് ജാട, അവർക്ക് പറയാൻ മടി, അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ മടി, ആളൊന്നും സപ്പോർട്ട് ചെയ്യൊന്നുമില്ല, അങ്ങനെയാണ് എല്ലാവരും പറയാം. പക്ഷെ നിങ്ങൾ തന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ബെഗ് ചെയ്യാണ് ചെയ്യണത്. സബ്സ്ക്രൈബർ ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല കേട്ടോ, ഉള്ള കാര്യം പറയാം. സബ്സ്ക്രൈബർ നിങ്ങൾക്ക് കൊളാബ് ചോദിക്കാം. ഓക്കെ. കൊളാബ് ചെയ്യാമോ, ഇങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ എന്താ നിങ്ങളവിടെ ചെയ്യണത്? നിങ്ങൾ വർക്ക് ചെയ്യാണ്, നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സ്പോഷർ കിട്ടാൻ നിങ്ങൾ വേറെ സർക്കിളിലോട്ട് പോവാണ്. നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാം. മറിച്ച് ബെഗ് ചെയ്യരുത്. പോയിട്ട് ഇങ്ങനെ ചെയ്യോ, സപ്പോർട്ട് ചെയ്യോ, ഇത് ചെയ്യോ എന്ന് ചോദിക്കരുത്. കാരണം നിങ്ങളുടെ കഴിവിനെ വിശ്വസിച്ചിട്ട് വേണം ആ വരുന്ന ആൾക്കാരത് കാണാൻ. എന്നിട്ട് Yes. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന പോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഗ്രാജുവൽ ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ അത് നിലനിൽക്കും. അത് ഗ്യാരണ്ടിയാണ്. സ്നേഹമുള്ള പിള്ളേരാ. അത് നിലനിൽക്കും. പിന്നെ നെഗറ്റീവ് മറ്റേ യൂട്യൂബ് ചെയ്യണ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എല്ലാവർക്കും ഈസിയാ. ഇന്ന് പോയിട്ട് ഇപ്പൊ ഒരുത്തൻ പോയിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഇപ്പൊ യൂട്യൂബ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരൊന്നും പറയില്ല. ഞാൻ ഫേസ് ചെയ്തത് യൂട്യൂബാ, അതെന്താന്ന് വരെ ചോദിച്ച ആൾക്കാരുണ്ട് എൻ്റെ അടുത്ത്. അപ്പൊ അതുകൊണ്ടൊക്കെ ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനത്തെ നെഗറ്റിവിറ്റീസ് ആണ് ഞാൻ കുറെ കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ആണെങ്കിലും കമ്മ്യൂണിറ്റിയിലാണെങ്കിലും എത്ര നല്ല ഗെയിം ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ പുറത്തൊക്കെ വമ്പൻ ഹിറ്റുള്ള ഗെയിം നമ്മൾ ഡേ 1 ഇവിടെ വന്ന് ചെയ്യുമ്പോൾ മലയാളികൾക്ക് വേണ്ട. അത് ഇതാണ് കാരണം. അതൊന്ന് മറ്റെന്താ പറയാ, ഒരു ട്രൈ ചെയ്യണില്ല, ഒരു ചാൻസ് കൊടുക്കണില്ല ആ ഗെയിം കാണാനൊന്നും. അങ്ങനെ കാണാനൊക്കെ ഒരു ചാൻസ് കൊടുത്താലല്ലേ നമുക്ക് അറിയുള്ളൂ നന്നായോ, നല്ലതാണോ, മോശമാണോ എന്നൊക്കെ അറിയുള്ളൂ. Yes. അതിനൊരു ചാൻസ് കിട്ടണില്ല. പക്ഷെ ഉം. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഗെയിംസിനെ കുറിച്ച് അറിയാം. ഇപ്പൊ ഗെയിം കളിക്കാത്ത ഒരു ഓഡിയൻസിന് പോലും ആ ഗെയിമിനെ കുറിച്ചിട്ട് കണ്ട് നല്ല വിവരം ഉണ്ടാവും. അല്ലെങ്കിൽ കണ്ടെല്ലാം ഗ്രാസ്പ് ചെയ്ത് വെക്കും. എന്നിട്ട് എപ്പോഴെങ്കിലും കളിക്കാന്നൊക്കെ ഉള്ള ഒരു മൈൻഡിൽ. പണ്ട് ആ മൈൻഡും ഇല്ലാന്നേ. മൊബൈലിൽ കളിക്കാൻ പറ്റുന്ന ഗെയിം ആണെങ്കിൽ മാത്രം നമുക്ക് സപ്പോർട്ട് കിട്ടുള്ളൂ. അതും ഞാൻ നേരത്തെ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ പോലെ അറിയാത്തതിന്റെ കുഴപ്പമാണ്. പക്ഷെ എല്ലാത്തിനും നമ്മളൊരു ചാൻസ് കൊടുത്തു നോക്കിയാൽ ഇത്. അപ്പൊ Yes. അതൊക്കെയാണ് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള നെഗറ്റീവ് ഇഷ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ. സോ യെസ്. അങ്ങനെ ആ ഒരു Q&A സെഷനും നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. സെഗ്മെന്റോട് തീരുകയാണ് യെസ്. സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മളുടെ ആദ്യത്തെ ഒരു എപ്പിസോഡ് നമ്മളുടെ ആ ഒരു വൈൻഡിങ് അപ്പ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞു അപ്പം കഴിഞ്ഞു കഴിഞ്ഞു. കുറേ അതെ അതെ കഴിഞ്ഞ് കുറേ അധികം എക്സ്ക്ലൂസീവ് കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. കുറേ അധികം എനിക്ക് കുറച്ചുകൂടി ഒരു മോട്ടിവേഷണൽ ടോക്ക് ആയിരുന്നു. എനിക്ക് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് എന്തൊക്കെയോ നമ്മൾ വലുതായിട്ട് ചെയ്യണം, ചെയ്ത് കഴിഞ്ഞാലേ ഒരു ഇത് കിട്ടുള്ളൂ. അത്യാവശ്യം നല്ലൊരു മോട്ടിവേഷൻ എന്നുള്ള രീതിക്ക് നമ്മളുടെ അടുത്ത് സംസാരിച്ചു. ആൻഡ് താങ്ക് യു സോ മച്ച്. അപ്പോൾ സീജെ, എന്തൊക്കെ അല്ല ഞാൻ വേറെ ആരോടെ സംസാരിക്കാൻ പോണ കേട്ടാ. ഞാൻ ആരോടെ മറ്റേ പരിപാടി വേണം. മറ്റേ ഇപ്പൊ ഇന്റർവ്യൂവിനൊക്കെ വിളിച്ചു വരുത്തിട്ട് പറ്റിച്ചിട്ട് പ്രാങ്ക് ചെയ്യണല്ലോ. മറ്റേ ഞാൻ ഇറ്റ് പോണെന്ന് കൊണ്ട് ബിഗ് ബീസ് മറ്റേ സ്റ്റോക്ക് ഷോന്റെ ഇടയിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ അത് ഇറങ്ങിപ്പോ വെക്കണം. താങ്ക് യു പറഞ്ഞപ്പോ ഇറങ്ങിപ്പോയെന്ന് പറയാം. താങ്ക് യു നമ്മൾ ഇങ്ങനെ തന്നെ സംസാരിക്കരുത് കേട്ടോ. താങ്ക് യു ഒക്കെ പറയാൻ മാത്രമുള്ള ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളത്. നികേഷ്, അത് ഓഫ് ചെയ്യൂ. ഓക്കെ. സോ അല്ല നമ്മളിപ്പോ ഇനി വന്ന യൂട്യൂബേഴ്സ് ആയാലും ആരായാലും നമ്മൾ ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യണുള്ളൂ. ഇതും എൻ്റെ ഒരു ആദ്യത്തെ ആ ഒരു ചവിട്ടുപടിയാണ്.
അപ്പൊ ഇനിയും ഈ ചായ് അപ്പൊ വിത്ത് ഗെയിമർ ഇനി എന്നുള്ള ഒരു അതെ പായസം വിത്ത് ഗെയിമേഴ്സ് ആ ആക്കാൻ പായസം വിത്ത് ഗെയിമേഴ്സ് അത് അവിടെ പായസം കുടിച്ചോണ്ടിരിക്കണം തീർച്ചയായിട്ടും. അപ്പൊ ചായ് വിത്ത് ഗെയിമേഴ്സ് എന്നുള്ള ഈ ഒരു ടോക്ക് ഷോയിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു, സഹകരണം പ്രതീക്ഷയുള്ളത്. പ്രതീക്ഷിക്കുന്നു. യെസ്. ഇവിടെ അപ്പം വരുന്ന യൂട്യൂബേഴ്സിന്റെ ഇതുപോലെ ചില കൊച്ചു കൊച്ചു ചാബല്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അതെ ഇവിടെ വന്നു കഴിഞ്ഞാല്. അതെ സത്യം. മാക്സിമം സപ്പോർട്ട് ചെയ്ത് സിജയുടെ ഈ ഒരു സംരംഭത്തിനെ വൻ വിജയത്തിലേക്ക് നയിക്കുക ഗൈസ്. യെസ് യെസ്. അപ്പം എപ്പോഴെങ്കിലും ഇറങ്ങി തിരിഞ്ഞ് ഞാനും വരാം. യെസ് നമുക്ക് ഭാവിയിൽ ഹോസ്റ്റ് ആയിട്ടൊക്കെ വരില്ല എന്നാര് കണ്ടു വന്നേക്കാം. നമ്മൾ അതെ അതെ വിളിക്കും. നമ്മൾ അതെ ഇവിടെയൊക്കെ അതെ തന്നെയുള്ള അതെ. ആൾക്കാരാണല്ലോ. ഷെയർ തരണേ ഷെയർ. ഷുവർ 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 ഷുവർ. അണ്ണാ നമ്മുടെ ഇടയിൽ എനിക്ക് നിനക്കുന്നൊക്കെ ഉണ്ടോ? എല്ലാവരും എല്ലാവരുടെ അല്ലേ? എന്നിട്ടല്ലേടാ നീ നേരത്തെ താങ്ക് യു പറഞ്ഞു എന്നോട് ഒഫീഷ്യലായിട്ട്. Okay. Okay. So we have come to the end of our first episode of Chai with Gamers. So yes, that's it. അപ്പൊ നമ്മുടെ കൂടെ ഇന്ന് ബിറ്റ് ബീസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ലൊരു മോട്ടിവേഷണൽ സെഷൻ ആയിരുന്നു. ആൻഡ് കുറേ ഇൻസൈറ്റ്സും കുറേ കാര്യങ്ങളും കിട്ടി. എങ്ങനെ നമുക്ക് ഒരു സക്സസ്ഫുൾ കണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ നമുക്ക് എങ്ങനെ ഒന്ന് സക്സസ്ഫുൾ ആവാം എന്നുള്ള ഒരു കുറച്ച് ഇൻസൈറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ എല്ലാവരും അതനുസരിച്ചൊക്കെ നല്ല തട്ടുമുട്ടും ഇല്ലാണ്ട് ജീവിക്കുക, സെറ്റാക്കുക. അപ്പം യെസ്, അപ്പോൾ നമ്മൾ അടുത്തൊരാഴ്ചയിൽ അടുത്തൊരു ഗസ്റ്റുമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ദിസ് ഈസ് സിജയൻ വിത്ത് എ ബിറ്റ് ബീസ്റ്റ് സൈനിങ് ഓഫ്. ടാറ്റ ബൈ ബൈ ഗൈസ്. ബൈ.